ओम शांति। ശുഭഭയാത് ഹേ ശുഭാബിയുടെ ഓർമ്മയുണ്ടോ? ഇന്ന് അവ്യക്ത മഹാവാക്യമാണ്. അവ്യക്ത ബാപ്ദാദ കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇത് ഉച്ചരിച്ച മഹാവാക്യം, ശിവബാബ ഉച്ചരിച്ച മഹാവാക്യം. റിവൈസ് കോഴ്സാണ് 27/3/86. ഇന്നത്തെ മുരളിയുടെ ഡേറ്റ് 27/9/2020. ഇന്നത്തെ മഹാവാക്യത്തിൽ ബാബ സ്നേഹത്തിൻ്റെ സാഗരമാണ്. സ്നേഹത്തിൻ്റെ സാഗരൻ. കുട്ടികൾക്ക് ബാബയുമായിട്ട് എത്രമാത്രം സ്നേഹമുണ്ട്. അപ്പോൾ സ്നേഹത്തെ ബാബ കാണുമായിരുന്നു. 3 പ്രകാരത്തിലുള്ള സ്നേഹി കുട്ടികളെയാണ് ബാബ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം പ്രകാരത്തിലായിരിക്കുക? നിങ്ങളെല്ലാവർക്കും ബാബയോട് സ്നേഹമുണ്ടല്ലോ. ആർക്കാണ് സ്നേഹമില്ലാത്തത്? അല്ലേ? എല്ലാവർക്കും ശിവബാബയോട് സ്നേഹം തന്നെ. അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ മഹാവാക്യത്തിൽ ബാബ എന്താണ് വിശേഷിച്ച് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സദാ കെ സ്നേഹി ബനോ, സദാ സ്നേഹിയാകോ. चलो नित्य स्नेही. आज स्नेह का सागर बाप अपने स्नेही बच्चों से मिलने के लिए आए. ഇന്ന് സ്നേഹത്തിൻ്റെ സാഗര ബാബ തൻ്റെ സ്നേഹി കുട്ടികളോട് മിലനം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. യഹ് റുഹാനി സ്നേഹ हर बच्चे को സഹജയോഗി ബനാ ദേത്ത. ഈ ആത്മീയമായിരിക്കുന്ന സ്നേഹം എല്ലാ കുട്ടികളെയും സഹജയോഗിയാക്കി മാറ്റുന്നു. ചില ബാബയുമായിരിക്കുന്ന കണക്ഷൻ യോഗം സഹജമാകും. എന്തുകൊണ്ട്? ബാബ നമുക്ക് കാണിക്കുന്ന ആത്മീയ സ്നേഹം. അപ്പോൾ സഹജയോഗി. യഹ് സ്നേഹ सारे पुराने संसार को सहज भुलाने का साधन. ഈ ആത്മീയമായിരിക്കുന്ന സ്നേഹം മുഴുവൻ പഴയ ലോകത്തെ എളുപ്പത്തിൽ മറക്കാനുള്ള മാർഗമാണ്, സാധനമാണ്. യഹ് സ്നേഹ हर आत्मा को बाप का बनाने में एकमात्र ശക്തിശാലി സാധന. ഈ ആത്മീയമായിരിക്കുന്ന സ്നേഹം എല്ലാ ആത്മാക്കളെയും ബാബയുടേതാക്കി മാറ്റുന്നതിൽ ശക്തിശാലിയായിരിക്കുന്ന ഏകമാത്ര സാധനമാണ് അഥവാ മാർഗമാണ്. അപ്പോൾ ശക്തിശാലിയായിരിക്കുന്ന ഒരു വിശേഷ സാധനം ഏതാണ്? आत्मीय स्नेह, रूहानी स्नेह. स्नेह ब्राह्मण जीवन का फाउंडेशन है. സ്നേഹം ബ്രാഹ്മണ ജീവിതത്തിൻ്റെ അടിത്തറയാണ്, അല്ലേ? സ്നേഹമില്ലെങ്കിൽ ആരാണ് ഈശ്വരൻ്റെ വീട്ടിലേക്ക് വരിക? അല്ലേ? അതെ, ഈശ്വരൻ്റെ സ്നേഹം അതുപോലെ തന്നെ പരിവാരത്തിലുള്ളവരുടെ സ്നേഹമാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൊണ്ട് സ്നേഹം ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ. സ്നേഹ ശക്തിശാലി ജീവൻ ബനാനെ കാ പാലന കാ ആധാർ. സ്നേഹത്തിൻ്റെ മഹത്വം എന്താണ്? ആത്മീയ സ്നേഹത്തിൻ്റെ ഇതാണ് ബാബ സൂചിപ്പിക്കുന്നത്. സ്നേഹം ശക്തിശാലി ജീവിതമുണ്ടാക്കുന്ന പാലനയുടെ ആധാരമാണ്. अभी जो भी श्रेष्ठ आत्माएं बाप के पास सम्मुख पहुंची है, उन सभी के पहुंचने का आधार भी स्नेह है. ഇന്ന് ആരെല്ലാമാണോ സർവശ്രേഷ്ഠ ആത്മാക്കൾ ബാബയുടെ
പക്കൽ അഥവാ ബാബയുടെ സ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവരെല്ലാവരും എത്താനുള്ള ആധാരം ആത്മീയ സ്നേഹത്തിൻ്റെ കാരണമാണ്. ആത്മീയ സ്നേഹമുള്ളത് കൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കൂടി ദൂരെ ദൂരെ രാജ്യങ്ങളിൽ നിന്നോ രാഷ്ട്രങ്ങളിൽ നിന്നോ വിദേശങ്ങളിൽ നിന്നോ സ്വദേശത്തിൽ നിന്നോ മക്കളെത്തുമല്ലോ. എങ്ങനെയാണ്? ഏത് കാരണം കൊണ്ട്? ആത്മീയ സ്നേഹമുള്ളത് കൊണ്ട്. स्नेह के पंखों से उड़ते हुए आकर മധുബൻ നിവാസി ബന്തെ. സ്നേഹത്തിൻ്റെ ചിറകുകളിലൂടെ പറന്ന് എന്താണ്? മധുബന നിവാസികളായിരിക്കും. വെച്ചാൽ ദൂരെ ദൂര സ്ഥാനങ്ങളിൽ നിന്നും അത്രയും ഭാവനയോടും കൂടി സ്നേഹത്തിലൂടെ ബാബയുടെ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. ബാപ് ദാദാ സർവ സ്നേഹി ബच्चों को देख रहे थे कि स्नेही तो सब बच्चे हैं, लेकिन अंतर क्या है? ബാബ സർവ കുട്ടികളെയും ഒന്ന് ശ്രദ്ധിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ബാബയോട് സ്നേഹമുണ്ട്, സ്നേഹികൾ തന്നെ. പക്ഷേ ഏത് ഒരു കാര്യത്തിൽ വ്യത്യാസം കാണുന്നു. സർവരും സ്നേഹി മക്കൾ തന്നെ. ഇപ്പോൾ സ്നേഹത്തിന് അന്തരം എന്തുകൊണ്ട്? എല്ലാവർക്കും ഒരുപോലെ തന്നെ സ്നേഹം ഉണ്ടായാൽ നല്ലതായിരുന്നല്ലോ. എന്തുകൊണ്ട് കുറവ് കൂടുതലായിരിക്കുന്നു? ഇതിനെ കാണുമായിരുന്നു. നമ്പർ വാർ ക്യോ ബനത്തെ? കാരണം ക്യാ? എന്തുകൊണ്ട് നമ്പർ വാറായി പോകുന്നത് മക്കൾ? കാരണം എന്തായിരിക്കുന്നു? സ്നേഹി സഭി ഹൈ, ലേക്കിൻ കോയി ഹൈ സദാ സ്നേഹി और कोई है സ്നേഹി. സർവരും സ്നേഹികൾ തന്നെ. ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, ചിലർ സദാ സ്നേഹികൾ, നിത്യസ്നേഹികളാണ്. മനസ്സിലായില്ലേ? ബാബക്ക് പ്രത്യേകിച്ച് വേറെ വേറെ ഒരു ദിവസമോ വേറെ സമയം ആ തരത്തിലില്ല. സദാ ഇവർ ഹൃദയത്തിൽ ഇവർക്ക് ബാബയുമായിട്ട് സദാ സ്നേഹം, നിത്യസ്നേഹമുണ്ടായിരിക്കും. ഇനി ചിലർ സ്നേഹികൾ മാത്രം. നിത്യം എന്നുള്ള ശബ്ദമില്ല, സദാ ഇല്ല. ഇനി മൂന്നാമത്തെ ലിസ്റ്റിൽ വരുന്നവർ ആരാണ്? തീസറേ ഹേ സമയ പ്രമാൺ സ്നേഹ നിഭാനെ വാലെ. മൂന്നാം തരത്തിലുള്ളവർ ആരാണ്? സമയമനുസരിച്ച് സ്നേഹം നിറവേറ്റുന്നവർ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു അഥവാ എന്തെങ്കിലും ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിച്ചപ്പോൾ ഈശ്വരനെ സ്നേഹിക്കുന്നു. ഈശ്വര ശിവബാബ എന്ന് പറയുന്നു. അപ്പോഴാണ് ശിവബാബയുടെ ഓർമ്മ വരുന്നത്. സങ്കടമുണ്ടാകുമ്പോൾ മാത്രം ശിവബാബയുടെ ഓർമ്മ, ഇല്ല എങ്കിൽ ഇല്ല. അതാണ് ബാബ പറയുന്നത്, സമയപ്രമാണം സ്നേഹം നിറവേറ്റുന്നവർ. ബാപ് ദാദാനെ 3 प्रकार के സ്നേഹി ദേഖി. ഇന്ന് ബാപ്പ് ദാദ 3 പ്രകാരത്തിലുള്ള സ്നേഹി കുട്ടികളെ കണ്ടു. जो सदा स्नेही है वो लवलीन होने के कारण मेहनत और मुश्किल से सदा ऊंचे रहते हैं. ആരാണോ നിത്യസ്നേഹി, സദാ സ്നേഹികളായിരിക്കുന്നത്, അവർ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്നതിൻ്റെ കാരണം, പരമാത്മ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നതിൻ്റെ കാരണം അതാണ് ലവ്ലീന്. പരിശ്രമം പ്രയാസങ്ങളിൽ നിന്ന് ഉപരിയായിരിക്കും. അവർക്ക് പ്രയാസം കണക്കല്ല, അഥവാ യാതൊരു തരത്തിൽ എന്താണ് പരിശ്രമം അവർക്ക് തോന്നുന്നില്ല. എന്നുകൊണ്ട് ബാബയോടുള്ള ഹൃദയത്തിൻ്റെ സ്നേഹം, നിത്യസ്നേഹം. ना मेहनत करनी पड़ती है ना मुश्किल का अनुभव होता है. അവർക്ക് പരിശ്രമിക്കേണ്ടതും ഉണ്ടാവില്ല, അതുപോലെ പ്രയാസത്തിൻ്റെ അനുഭവം പോലും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? क्योंकि सदा स्नेही होने के कारण उन्हों के आगे प्रकृति और माया दोनों अभी से दासी बन जाती. കാരണം അവരുടെ മുന്നിൽ പ്രകൃതി 5 തത്വങ്ങളും അതുപോലെ മായ എന്ന് പറയുന്നത് 5 വികാരങ്ങളും
ഇന്ന് മുതൽ തന്നെ ഇപ്പോഴും മുതൽ തന്നെ ദാസിയായി മാറിയിരിക്കും. ഇവരെ മായക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രകൃതിക്കും ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ ഈശ്വരൻ്റെ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്നവരാണ്. सदा स्नेही आत्मा मालिक बन जाती तो प्रकृति और माया दासी रूप में हो जाती है. പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് എന്തായിരിക്കുന്നു, ഇവർ സദാ സ്നേഹി ആത്മാവ് അധികാരിയാകും, സ്നേഹത്തിൻ്റെ അധികാരി. അപ്പോൾ പ്രകൃതി മായ സ്വതവേ ദാസി രൂപത്തിൽ ഇവരുടെ മുന്നിലേക്ക് വരും. പ്രകൃതിയും ദാസിയാകും, माया कोड़ी दासियाई पो. प्रकृति माया की हिम्मत नहीं, जो सदा स्नेही का समय अथवा संकल्प अपने तरफ लगाए. अरे बाप പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്, പ്രകൃതി ആയിക്കോട്ടെ അഥവാ മായ ആയിക്കോട്ടെ, അതിന് സ്നേഹി ആത്മാവിൻ്റെ മുന്നിൽ വന്ന് ഇവരുടെ സങ്കല്പത്തെയും അഥവാ സ്നേഹത്തെയും തൻ്റെ ഭാഗത്തേക്ക് ആകർഷിക്കുവാൻ പറ്റില്ല, തെറ്റിക്കാൻ സാധ്യമല്ല. सदा स्नेही आत्माओं का हर समय हर संकल्प है ही बाबा की याद और सेवा के प्रति. बापदादा മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, സദാ സ്നേഹി ആത്മാക്കളുടെ ഓരോ സമയവും ഓരോ സങ്കല്പവും ബാബയുടെ ഓർമ്മയ്ക്കായിട്ടാണ്, ബാബയുടെ സേവനത്തിനായിട്ടാണ്. ഇപ്പം നിങ്ങളെല്ലാവരും അങ്ങനെയല്ലേ? ഒന്നാം നമ്പറിൻ്റെ ലിസ്റ്റിൽ വരുന്നു. इसीलिए प्रकृति और माया भी जानती है कि ये सदा स्नेही बच्चे संकल्प से भी अभी हमारे अधीन हो नहीं सकते. കൊണ്ട് പ്രകൃതി പിന്നീട് മായ രണ്ടും പഠിച്ചിരിക്കുന്നു. ആത്മീയ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്ന ആത്മാക്കളുടെ മുന്നിൽ ഒന്നും ഇവർക്ക് സങ്കല്പത്തിലും പോലും ഞങ്ങൾക്ക് ഇവരെ തെറ്റിക്കാൻ പറ്റില്ല. പ്രകൃതിയും പഠിച്ചിരിക്കുന്നു, മായയും പഠിച്ചിരിക്കുന്നു. കാരണം ആത്മീയ സ്നേഹത്തിൽ ഇവർ മുഴുകിയിരിക്കുന്നു. സങ്കല്പത്തിലും പോലും ഇവർ അധീനരാകുന്നില്ല, ചില അശുദ്ധരാകുന്നില്ല, സ്നേഹം തെറ്റുന്നില്ല. സർവശക്തിയോं के अधिकारी ആത്മായേ. ഇപ്പോൾ റുഹാനി സ്നേഹത്തിലുള്ളവർ ആരാണ്? സർവശക്തികളുടെ അധികാരി ആത്മാക്കളാണ്. എല്ലാ ശക്തികളും ഇവരുടെ അനുഭവത്തിലുണ്ട്. എല്ലാ ശക്തികളും എന്ന് വെച്ചിരുന്ന ഈശ്വരീയ ശക്തികൾ, യോഗശക്തി, അഷ്ടശക്തികൾ, സർവശക്തികൾ. सदा स्नेही आत्मा की स्थिति का ही गायन. സദാ സ്നേഹി ആത്മാക്കളുടെ അവസ്ഥയുടെ മഹിമയാണ് ഈ തരത്തിലുണ്ടായിരിക്കുന്നത്. ഏതാണത്? സദാ സ്നേഹി ആത്മാക്കളുടെ ആന്തരിക അവസ്ഥയുടെ ഗായനമാണ് അഥവാ മഹിമയാണ് ഈ തരത്തിൽ. ഈ തരത്തിൽ ഏക് ബാപ്പ് ദൂസര നാ കോയി. ബാപ്പ് ഹി സംസാർ. ബാബ തന്നെയാണ് പ്രപഞ്ചം, ബാബ തന്നെയാണ് സർവസ്വം. ആരാണിവർ? സദാസ്നേഹി കുട്ടികളുടെ വിശേഷത ലക്ഷണങ്ങളാണ്. ഇത് രണ്ടാം പ്രകാരത്തിലുള്ള ദൂസര നമ്പർ. ആരാണവർ? स्नेही, स्नेही मात्र. स्नेही आत्माएं स्नेह में रहती ज़रूर, लेकिन सदा ना होने के कारण कभी कभी मन के संकल्प द्वारा भी कहाँ और तरफ स्नेह जाता. ഇവരാണ് സ്നേഹി ആത്മാക്കൾ. സ്നേഹത്തിൽ ഉറപ്പാണ്, ഇവർ സ്നേഹത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു, ഇല്ല എന്നില്ല. പക്ഷേ സദാ സ്നേഹി ആവാതിരിക്കുന്നതിൻ്റെ കാരണം ഇടയ്ക്കിടെ എന്തായി പോകുന്നു? സങ്കല്പത്തിലൂടെ തെറ്റിപ്പോകും. സങ്കല്പം അങ്ങോട്ടിങ്ങോട്ട് സങ്കല്പത്തിൻ്റെ വ്യത്യാസങ്ങളായി പോകും അഥവാ മാറിപ്പോകും.
വേറെ എന്തെല്ലോ കാര്യങ്ങൾ, വേറെ എന്തെല്ലോ ചിന്തയിലായിപ്പോകും. എന്തുകൊണ്ട്? സദാ സ്നേഹിയല്ലല്ലോ. बहुत थोड़ा बीच बीच में स्वयं को परिवर्तन करने के कारण कभी मेहनत का कभी मुश्किल का अनुभव करते. ഇതിൻ്റെ ഇടയിൽ ഇവരെന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം ബാബയുടെ മഹാവാക്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വയത്തെ മാറ്റാൻ പരിശ്രമിക്കുന്നു. പരിവർത്തനപ്പെടുത്തുന്നതിൽ ഇവർ വിശേഷിച്ച് ശ്രദ്ധ നൽകുന്നതിൻ്റെ കാരണം ചില സമയത്ത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രയാസമായിട്ട് പരിശ്രമമായിട്ട് അനുഭവപ്പെടും. ചില സമയത്ത് പരിശ്രമം ഉണ്ടാകും, ഇനി ചില സമയത്ത് പ്രയാസത്തിൻ്റെ അനുഭവം. ലേക്കിൻ ബഹുത് തോട, അങ്ങനെ പറയണമെങ്കിൽ അത്രയൊന്നും വലുതൊന്നല്ല, കൂടുതലൊന്നല്ല, വളരെ കുറച്ച് മാത്രം. ചെറുങ്ങനെയാണ് മെഹനത്തും ഉണ്ടാവുക, മുഷ്കിൽ അനുഭവം ചെയ്യുന്നത്. जब भी कोई प्रकृति अथवा माया का सूक्ष्म वार हो जाता है तो उसी समय स्नेह के कारण याद जल्दी आ जाती. ബാബ പറയുന്നു, ചിലപ്പോഴേ പ്രകൃതി അഥവാ മായയുടെ സൂക്ഷ്മമായ യുദ്ധം സങ്കല്പത്തിലൂടെ ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ ഇവരോടുണ്ടാകുമ്പോഴേ ആ സമയത്ത് ബാബയുമായിട്ടുള്ള സ്നേഹമുണ്ടല്ലോ, ബാബയുമായിട്ടുള്ള സ്നേഹമുള്ളത് കാരണം പെട്ടെന്ന് കണക്ഷൻ, ബാബയുമായിട്ട് യോഗം ശരിയായിക്കൊള്ളും. ബാബയെ ഓർമ്മിക്കാൻ തുടങ്ങും, മനസ്സിലായി പോകും. അവർക്കൊരു എന്താ പറയുക, ഒരു ജാഗൃതി. ഓ ഇപ്പോഴെന്തോ മായയുടെ പരീക്ഷണങ്ങൾ വരുന്നു, പ്രകൃതിയുടെ പരീക്ഷണങ്ങൾ വരുന്നു. അപ്പോഴിവരെന്താകും, വേഗം ഉണർവിലേക്ക് വന്ന് ബാബയെ ഓർമ്മിക്കാൻ തുടങ്ങും. അവർ യാദ് की शक्ति से अपने को बहुत जल्दी परिवर्तन भी कर लेते. അപ്പോൾ ബാബയെ ഓർമ്മിക്കുമ്പോൾ ഓർമ്മയുടെ ബലമാണ് ഇവർക്ക് പ്രാപ്തമാവും. ഓർമ്മയുടെ ബലത്തിലൂടെ പെട്ടെന്ന് തന്നെ മായയുടെ അഥവാ പ്രകൃതിയുടെ പരിതസ്ഥിതികളെ തരണം ചെയ്യും, അതിജീവിച്ചു പോകും. लेकिन थोड़ा सा समय और फिर भी संकल्प मुश्किल व मेहनत में लग जाते. ഓർമ്മിച്ച സമയത്ത് യോഗബലം ഇവരിലേക്ക് പ്രാപ്തമാക്കും. പിന്നീട് മായയുടെ പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കുമെന്ന് വിചാരിച്ചോ, പിന്നെയും കുറച്ച് തെറ്റിപ്പോകും. പിന്നെ എന്തായി, പിന്നെയും പ്രയാസത്തിലാകും, പിന്നീട് പരിശ്രമിക്കാൻ ആരംഭിക്കും. കഭി കഭി സ്നേഹ സാധാരണ ഹോ ജാത്ത ഇല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുക? ചിലപ്പോഴേ സ്നേഹം സാധാരണയായി പോകും. ആ ഉള്ളിനുള്ളിൽ വരണ്ടേ, ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ നിന്ന് വരണ്ടേ സ്നേഹം, അതുണ്ടാവില്ല സാധാരണ തരത്തിൽ. അപ്പോൾ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുണ്ടായി പോകും ഇല്ലേ? അതുകൊണ്ട് ബാബ പറയുന്നു, പിന്നെ ഇവർ മെഹനത്തിലേക്കാകും, പിന്നീട് മുഷ്കിലായി പോകും. കബി കബി സ്നേഹമേ ലവ്ലീൻ രേത്ത്. ഇവരുടെ അവസ്ഥ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ചില സമയത്തിൽ എന്താണ്, സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്നു, ഇനി ചില സമയത്ത് സ്നേഹം സാധാരണമായി പോകും. സ്റ്റേജ് മേ ഫറക്ക് പെടുത്താ രഹിത. ഓർമ്മയുടെ അവസ്ഥയുണ്ടല്ലോ, ഇതിൽ ഇളക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചില സമയത്ത് ഹൈ സ്റ്റേജ് ഉണ്ടാകും, ചില സമയത്ത് കുറഞ്ഞ സ്റ്റേജ് ഉണ്ടാകും. നല്ല ലയിച്ച അവസ്ഥയായിരിക്കും, ഇനി ചില സമയത്ത് സാധാരണയായിരിക്കും. लेकिन फिर भी ज़्यादा समय അഥവാ സങ്കല്പ വ്യർത്ഥ നഹി ജാത്ത. എങ്കിലും രണ്ടാം പ്രകാരത്തിലുള്ള ആത്മാക്കളെക്കുറിച്ച് ബാബ പറയാണ്, കൂടുതൽ സമയം സങ്കല്പങ്ങൾ വ്യർത്ഥമായിട്ട് നഷ്ടമാവുകയില്ല, രക്ഷപ്പെടുന്നു. കാരണം അവർ ബാബയെ ഓർമ്മിക്കാൻ ആരംഭിക്കുമല്ലോ. സദാ സ്നേഹി നാ ഹോനെ കെ കാരൺ സെക്കൻഡ് നമ്പർ ബൻ ജാത്ത. ഇവർക്കും യോഗത്തിൻ്റെ കാര്യത്തിൽ ആസക്തിയുണ്ട്, താല്പര്യമുണ്ട്, ചെയ്യുന്നു ഇല്ലേ? എങ്കിലും ബാബ പറയുന്നു സദാ സ്നേഹിയായിരിക്കില്ല. ഈ കാരണത്താൽ ഇവർ രണ്ടാം നമ്പർ നേടും. ഇനി മൂന്നാം നമ്പറിൽ പെട്ടവർ ആരാണ്? സമയപ്രമാണം ബാബയെ ഓർമ്മിക്കുക. സമയപ്രമാൺ യാ സ്നേഹ നിഭാനെ വാല്. സമയപ്രമാണം സ്നേഹം നിറവേറ്റുന്നവർ.
ऐसी आत्माएं समझती है कि सच्चा स्नेह सिवाय बाप के और कोई से मिल नहीं सकता. സമയമനുസരിച്ച് സ്നേഹം നിറവേറ്റുന്നവർ അഥവാ അനുഭവിക്കുന്നവർ ഈ തരത്തിലാണ് ചിന്തിക്കുന്നത്. ഈ സത്യമായിരിക്കുന്ന സ്നേഹം ഒരു ബാബ കൂടാതെ, ഒരു ബാബയിലല്ലാതെ വേറെ ആരും നമുക്ക് പ്രാപ്തമാക്കാൻ സാധ്യമല്ല. ഈ സത്യം അറിയാം അവർക്ക്. और यही रूहानी स्नेह सदा के लिए श्रेष्ठ बनाने वाला. ഇനി രണ്ടാമത്തെ വിഷയം ഇതാണ്. ഈ ആത്മീയ സ്നേഹം തന്നെയാണ് സദാകാലത്തേക്ക് നമ്മെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നു. ജ്ഞാന അർത്ഥാത് സമജ് പൂരി. ജ്ഞാനം എന്ന് വെച്ചിരുന്നാൽ എന്താണ് അർത്ഥം? പൂർണ്ണ തരത്തിൽ തിരിച്ചറിവുണ്ട്. അവർ യഹി സ്നേഹി ജീവൻ പ്രിയബി ലക്തി. പിന്നീട് ഇത് തന്നെ സ്നേഹത്തിൻ്റെ ഈ ജീവിതം ഇവർക്ക് പ്രിയമുള്ളതുമായിരിക്കും, ഇഷ്ടമാണ്, ആകർഷണീയമാണ്. ലേക്കിൻ പക്ഷെ ഒരു സംഭവം എന്തായിരിക്കുന്നു? कोई अपनी देह के लगाव के संस्कार अथवा कोई भी विशेष पुराना संस्कार अथवा किसी व्यक्ति वस्तु के संस्कार अथवा व्यर्थ संकल्पों के संस्कारवश कंट्रोलिंग पावर ना होने के कारण व्यर्थ संकल्पों का बोझ होता है. സംഭവിച്ചു പോകുന്ന കാര്യം ഇതാണ്. തൻ്റേതായിരിക്കുന്ന ദേഹത്തിൻ്റെ ആകർഷണം, ശരീരത്തിൻ്റെ ആകർഷണം കൊണ്ടും പിന്നീട് ആകർഷണത്തിൻ്റെ സംസ്കാരങ്ങളും കൊണ്ടും പഴയ സംസ്കാരങ്ങൾ കലിയുഗി സംസ്കാരങ്ങളില്ലേ, കാമക്രോധ ലോഭം അഹങ്കാരം ഏതെല്ലാമാണോ 5 വികാരങ്ങളെന്ന് ബാബ നേരത്തെ പറഞ്ഞിരിക്കുന്നു. ഏതിലെങ്കിലൊന്നിലും അഥവാ 3-4 സംസ്കാരങ്ങളിൽ അടിമായിരിക്കും. ഇനി ചിലവർക്ക് വ്യക്തി, വസ്തു, വൈഭവങ്ങളുടെ ആകർഷണത്തിൻ്റെ സംസ്കാരം, വ്യർത്ഥ സങ്കല്പങ്ങളുടെ സംസ്കാരങ്ങൾക്ക് ഇവർ അടിമാണ്, വശത്തിലാണ്. ഈ കാരണത്താൽ നിയന്ത്രണ ശക്തി ഇവർക്ക് ഉണ്ടാവുകയില്ല. ഇതെല്ലാം പോവുമല്ലോ, അപ്പുറം ഇപ്പുറം എല്ലാം ഡൈവേർട്ടായിട്ട് പോവില്ലേ ഈ എല്ലാ ആകർഷണങ്ങൾക്ക് കൊണ്ട്. അപ്പോൾ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇവർക്ക് നിയന്ത്രണ ശക്തി, കൺട്രോളിങ് പവർ ഉണ്ടാവാതിരിക്കുന്നതിൻ്റെ കാരണം മനസ്സിൽ വ്യർത്ഥ സങ്കല്പങ്ങളുടെ ഭാരം കൂടിപ്പോകും. അപ്പോൾ നമുക്ക് സുഖജീവിതം എന്താണ്, സന്തോഷത്തിൻ്റെ ജീവിതം നയിക്കാൻ വിഷമായിരിക്കും ഇല്ലേ. കൊണ്ട് വ്യർത്ഥതയുടെ ഭാരം, സ്വഭാവ സംസ്കാരങ്ങളുടെ ആകർഷണം, വസ്തു, വ്യക്തി, വൈഭവങ്ങളുടെ ആകർഷണം, ഇത് വ്യർത്ഥതയിലേക്ക് ഞങ്ങളെ നയിക്കും. संगठन की शक्ति की कमी होने के कारण संगठन में सफल हो नहीं सकते. എന്തെങ്കിലും കൂടി നമുക്ക് ശരിയാക്കാൻ വിചാരിച്ചോളൂ, പക്ഷെ സംഘടനയുടെ ശക്തി അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സംഘടനയിൽ വരണോ ഇല്ലേ, ഈശ്വരീയ പരിവാരത്തിൽ സംഘടനയിൽ വന്നപ്പോഴാണ് സംഘടനയുടെ ശക്തി. ചില എല്ലാം മാനസികമായിട്ട് എല്ലാവരും ബാബയെ ഓർമ്മിക്കും. ആത്മീയത്തിലിരിക്കുമ്പോൾ അതിൻ്റെ പ്രകമ്പനങ്ങൾ 4 ഭാഗത്തിൽ വ്യാപിക്കുമല്ലോ. അപ്പോൾ ഇവർ ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒരാളുടേത് എല്ലാവരുടെ ശക്തമായിരിക്കുന്ന വൈബ്രേഷൻ ഉണ്ടാവുമ്പോൾ അത് ഓക്കെ ആയിക്കൊള്ളൂ. അപ്പോൾ സംഘടനയുടെ ശക്തിയുടെ അനുഭവം ഇവർക്കുണ്ടാവില്ല. അതുകൊണ്ട് ബാബ പറയുന്നു, അവർ എന്ത് ചെയ്യുന്നുവോ, ഏത് വിഷയത്തിൽ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നുവോ അതിൽ സഫലരാകാൻ സാധ്യമാവുകയില്ല, വിജയമുണ്ടാവില്ല. संगठन की परिस्थिति स्नेह को समाप्त कर अपने तरफ खींच लेती. ഇനി വേണ്ടാതെ ഒരു ഇതുണ്ടല്ലോ, കൂട്ടുകെട്ടെന്ന് പറയില്ലേ, അഥവാ ബാഡ് സർക്കിൾ, ബാഡ് ഫ്രണ്ട്ഷിപ്പ് അഥവാ സംഘദോഷം, ഇതെല്ലാം ഇല്ലേ. ഈ സംഘദോഷം പരിതസ്ഥിതികളെ ഉണ്ടാക്കും. ഈശ്വരനുമായിരിക്കുന്ന സ്നേഹത്തിൻ്റെ സ്റ്റേജ് ഇതിനെ കുറക്കും, ഇല്ലാതെയാക്കിക്കളയും. ആകർഷണം അങ്ങോട്ടായില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, വ്യക്തി, വസ്തു, വൈഭവം, പഴയ സ്വഭാവ സംസ്കാരങ്ങൾ, ഇതെല്ലാം ആകർഷിക്കുമ്പോൾ പരമാത്മ സംഘടനയുടെ ആനന്ദം ഇവർക്ക് അനുഭവിക്കാൻ സാധ്യമാവുക.
അപ്പുറത്തേക്കാണ് ആകർഷിക്കുക ചെയ്യുന്നത്. അവർ കോയി സദാ ഹി ദിൽ ശിക്കസ്ത് ജൽദി ഹോത്തെ. അപ്പോൾ ഇതെല്ലാം ആകുമ്പോൾ വിജയമുണ്ടാവില്ല. എന്ത് ചെയ്യാൻ പോയാലോ, അയ്യോ ഞാൻ എന്ത് ചെയ്തിരുന്നാലോ സഫലത ഇല്ലല്ലോ എന്ന് നിരാശരായിപ്പോൾ. अभी अभी बहुत अच्छे उड़ते रहेंगे, अभी अभी देखो तो अपने आप से ही दिल शिकस्त. ഇവർ കബി കബി ഉണ്ടല്ലോ മക്കൾ, അവരുടെ അവസ്ഥ ഇങ്ങനെയാണ്. ചില സമയത്ത് ബാബാ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറക്കുവാണ്, പറന്നുകൊണ്ടേയിരിക്കും, പരമധാമത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇനി ചില സമയത്ത് അവരുടെ അവസ്ഥ എന്തായിരിക്കും? സ്വയത്തിനോട് തന്നെ നിരാശ. ഞാൻ ഇത്ര വർഷമായില്ലേ, ഇത്രയും ജ്ഞാനമല്ല ഞാൻ കേട്ടില്ലേ, അതുപോലെ തന്നെ ഞാൻ സേവനം ചെയ്തില്ലേ, എങ്കിലും എനിക്കൊരു സമാധാനമില്ലല്ലോ, എന്തിനാ ഇങ്ങനെ, അവരെല്ലാം നല്ലതായിട്ടുണ്ട് എന്ന് വിചാരിക്കും. സ്വയത്തിനോട് നിരാശരാകും. ये स्वयं से दिल शिकस्त होने का संस्कार भी सदा स्नेही बनने नहीं दे. അപ്പോൾ ഇങ്ങനെ ചില സമയത്ത് സ്വയത്തിനോട് നിരാശരാകുന്നതിൻ്റെ കാരണം ബാബ പറയുന്നു ഇതൊരു സംസ്കാരമാണ്. അപ്പോൾ ബാബ സദാ സ്നേഹിയാകാൻ അനുവദിക്കുന്നില്ല, ബാബയോട് സ്നേഹത്തിൽ മുഴുകിയിരിക്കാൻ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട്? ആകർഷണത്തിൻ്റെ സംസ്കാരം ഇല്ലേ, തെറ്റിപ്പോകും. സ്വയത്തിനോട് വിജയമില്ലാതെ ഇരിക്കുമ്പോൾ നിരാശരായി പോകും. किसी न किसी प्रकार का संस्कार परिस्थिति की तरफ, प्रकृति की तरफ आकर्षित कर देता. ഇവരുടെ ദോഷങ്ങൾ, ഇവർ പെട്ടുപോകുന്നത് എങ്ങനെയാണ്, സ്നേഹം എങ്ങനെയാണ് ഇവർക്ക് മൊത്തം അനുഭവിക്കാൻ സാധിക്കാത്തത്, ഇതിൻ്റെ കാരണമാണ് ബാപ്ദാദ സൂചിപ്പിക്കുന്നു. ഒരു പ്രകാരത്തിൽ ഇവരുടെ ഈ സംസ്കാരങ്ങൾ പരിതസ്ഥിതികളുടെ നേർക്കും പ്രകൃതിയുടെ നേർക്കും ആകർഷിച്ചു കളയും. പരിതസ്ഥിതിയോ, എൻ്റെ മുന്നേ എനിക്ക് ഇത്ര പരിതസ്ഥിതി വന്നില്ലേ, പ്രശ്നങ്ങൾ വന്നില്ലേ, അസുഖം വന്നില്ലേ, ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ഇത്ര വർഷങ്ങളായി ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നു, ബാബ സഹായിച്ചുകൂടെ, ഇങ്ങനെയെല്ലാം പറയാൻ തുടങ്ങും. അപ്പോൾ എന്തായി? ഗഡബഡായി ഇല്ലേ. അപ്പോൾ ബാബയുടെ സ്നേഹത്തിൽ മുഴുകിയിരിക്കാൻ പറ്റുന്നില്ല. जब हलचल में आ जाते तो स्नेह का अनुभव होने के कारण, स्नेही जीवन प्रिय लगने के कारण फिर बाबा की याद आती. ഈ കുലുക്കം വന്നല്ലേ, പരിതസ്ഥിതികൾ, പ്രശ്നങ്ങൾ, അപ്പോൾ പിന്നെ ഇവർ സെറ്റായിട്ട് ഓ ബാബാ, ശിവ ബാബ എന്ന് സ്നേഹി ജീവിതം, ബാബ പരമാത്മ സ്നേഹത്തിൻ്റെ അനുഭവമുള്ളവരല്ലേ, അതുകൊണ്ട് ഇവരെന്തായി പിന്നെയും സെറ്റപ്പായി ബാബയെ ഓർമ്മിക്കാൻ തുടങ്ങും. പരിതസ്ഥിതികൾ വിജയം നേടാൻ പറ്റും. പ്രയത്ന കർത്തേ कि अभी फिर से बाबा के स्नेह में समाज. ആ സമയത്ത് പരിശ്രമിക്കുവാണ്. എന്തായിരുന്നാലും പരിതസ്ഥിതി വന്നില്ലേ, അപ്പം ഞാൻ ബാബയുടെ സ്നേഹത്തിൻ്റെ അനുഭവം ചെയ്യട്ടെ, ബാബയുടെ സ്നേഹത്തിൽ മുഴുകിയിരിക്കട്ടെ, സമാവേശമാവട്ടെ. तो समय प्रमाण, परिस्थिति प्रमाण हलचल में आने के कारण कभी याद करते, कभी युद्ध करते. ഇവരുടെ അവസ്ഥ എന്താണ്? സമയപ്രമാണം, പരിതസ്ഥിതികൾ പ്രമാണം, അതിപ്പോൾ ഇങ്ങനെ ഇളക്കത്തിൽ വരും, വിചലിതരായി പോകും, അവസ്ഥ ഏകരസമായിരിക്കില്ല. അപ്പോൾ എന്താണ്? ചില സമയത്ത് ബാബയെ ഓർമ്മിക്കുന്നു, ചില സമയത്ത് യുദ്ധം ചെയ്യേണ്ടി വരും. युद्ध की जीवन ज़्यादा होती और स्नेह में समाने की जीवन उसके अंतर में कम हो जाती. പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് യുദ്ധത്തിന് വേണ്ടി കൂടുതൽ സമയമെടുക്കും, സ്നേഹത്തിൽ ലയിച്ചിരിക്കണ്ടേ, മുഴുകിയിരിക്കണ്ടേ, ലവലീനായിരിക്കണ്ടേ, ഇത് വളരെ കുറവാണ്. കിട്ടുന്നില്ല, സെറ്റപ്പ് ആക്കണ്ടേ, അവർക്ക് പറ്റുന്നില്ല. നേരെ ബാബ പറയുന്നു युद्ध की जीवन ज़्यादा होती और स्नेह में समाने की जीवन उसके अंदर में कम होती, इसलिए तीसरा नंबर बन जाए. ഇതിനാൽ ഇവർ മൂന്നാം നമ്പറിൻ്റെ ലിസ്റ്റിലാണ് എണ്ണപ്പെടുന്നത്. फिर भी എങ്കിലും ബാബ പറയുന്നു विश्व की सर्व आत्माओं से तीसरा नंबर भी अति श्रेष्ठ ही कहेंगे. ബാബക്ക് അച്ഛന്
മക്കളും തന്നെയാണ്, കുട്ടികളും തന്നെയാണ് അല്ലേ. വിശ്വത്തിൽ സർവ്വ ആത്മാക്കളെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ 3-ാം നമ്പറിൻ്റെ ആത്മാക്കളും കൂടി അതിശ്രേഷ്ഠരെന്ന് തന്നെ പറയാൻ പറ്റൂ. അവർ വിശേഷം തന്നെ. എന്തുകൊണ്ട്? ക്യോंकि ബാബാ को पहचाना बाप के बने ബ്രാഹ്മൺ പരിവാർ के बने. എന്തുകൊണ്ടെന്നാൽ ബാബയെ തിരിച്ചറിഞ്ഞു. ഇനി രണ്ടാമത്തേതായി ബാബയുടേതായി കഴിഞ്ഞു, ഈശ്വരൻ്റെ മക്കളായി, സ്വന്തം മക്കൾ. ഇനി ബ്രാഹ്മണ പരിവാരത്തിൽ പെട്ടു. ഈ 3 കാരണം കൊണ്ട് സ്നേഹത്തിൻ്റെ കുറവാണെങ്കിലും പ്രപഞ്ചത്തിൻ്റെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഇവർ അതിശ്രേഷ്ഠരാണ്. ऊंचते ऊंची ब्राह्मण आत्माएं ब्रह्मा कुमारी कहलाते, इसलिए दुनिया के अंतर में वह भी श्रेष्ठ आत्माएं. ഉയർന്നതിൽ വെച്ച് ഉയർന്നതായിരിക്കുന്ന ബ്രാഹ്മണ ആത്മാക്കൾ കുമാരന്മാർ എന്നും പറയപ്പെടുന്നു. ഇതിനാൽ ലോകത്തിൻ്റെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഇവരും കൂടി ശ്രേഷ്ഠാത്മാക്കൾ തന്നെ. लेकिन സമ്പൂർണതയ്ക്ക് അന്തർമേ തീസറാ നമ്പർ. പക്ഷെ ചെറിയ ഒരു കുറവിതാണ്, സമ്പൂർണരാവണ്ടേ, ആത്മാവിനെ പരിപൂർണമാക്കണ്ടേ. ഈ ഒരു വിഷയത്തിൽ കണക്ഷന് വ്യത്യാസമായി പോകുന്നുണ്ടല്ലോ അല്ലേ. പരിതസ്ഥിതികളെല്ലാം വരുമ്പോൾ യുദ്ധവുമുണ്ട് യോഗവുമുണ്ട്. ഈ കാരണത്താൽ ബാബ പറയുന്നു 3-ാം നമ്പറിൽ പെട്ടുപോകുന്നു. तो स्नेही सभी है लेकिन नंबरवार. नंबर 1 सदा स्नेही आत्माएं सदा कमल पुष्प समान न्यारी और बाबा की अति प्यारी है. നമ്പർ 1 ആയിരിക്കുന്ന നിത്യസ്നേഹി, സദാ സ്നേഹിയായിരിക്കുന്ന ആത്മാക്കൾ സദാ താമരപുഷ്പ സമാനം, ന്യാരി പിന്നീട് പ്യാരിയായി ജീവിക്കും. ന്യാരി എന്ന് പറഞ്ഞിരുന്ന ഭിന്നമാണ്, വ്യത്യസ്തമായിരിക്കുന്നു. യാതൊരു കാര്യത്തിലും അവർ അറ്റാച്ച് അല്ല, എല്ലാം ചെയ്തുകൊണ്ട് ഡിറ്റാച്ച് ആയിരിക്കും. സർവരുടെ സ്നേഹിയുമായിരിക്കും. സ്നേഹി ആത്മായ ന്യാരി ഹെ പ്യാരി ഭി ഹെ. സ്നേഹി ആത്മാക്കൾ 2-ാം പ്രകാരത്തിൽ സദാ സ്നേഹിയല്ല, അവരുടെ വിഷയം കൂടി ബാബ പറയാണ്. ഇവരെന്തായിരിക്കുന്നു? ന്യാരിയുമാണ്, പ്യാരിയുമാണ്, ഭിന്നരുമാണ്, പ്രിയമുള്ളവരുമാണ്. ലേക്കിൻ പക്ഷെ ഒരു ദോഷമുണ്ട്. എന്തായിരിക്കാം? ബാപ് സമാൻ ശക്തിശാലി വിജയി. ബാബയ്ക്ക് സമാനം ശക്തിശാലി വിജയികളല്ല. വിചാരിക്കുന്ന തരത്തിൽ ഇവർക്ക് സഫലത നേടാൻ പറ്റുന്നില്ല. കുഴപ്പങ്ങളുണ്ടല്ലോ, കുലുക്കങ്ങൾ വരുമ്പോൾ പേടിച്ചു പോകും ഇവർ ഇല്ലേ. ആ സമയത്താണ് ബാബയുമായി കണക്ഷൻ വയ്ക്കാൻ നോക്കുന്നത്. സദാ പരമാത്മ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥയില്ല ഇവർക്ക്. അപ്പോൾ പരമാത്മ സ്നേഹത്തിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ മെഹനത്തും ഉണ്ടാവില്ല, മുഷ്കിലും ഉണ്ടാവില്ല ഇല്ലേ. അതുകൊണ്ട് സ്നേഹിയായി പോകും. ഉനോക വിശേഷ സ്ലോഗൻ യഹി ഹെ. എങ്കിലും ഇവർക്ക് ബാബയുടെ സ്നേഹമുണ്ടല്ലോ, സ്നേഹി ആത്മാക്കൾ. ഇവരുടെ ഒരു സ്ലോഗൻ വിശേഷിച്ച് ഇതാണ്. എന്തായിരിക്കുക? അവർ ഏക് ബാപ്പ് ദൂസറാ നാ കോയി. ഇവരുടെ സ്ലോഗൻ എന്താണ്? തുമാരേ ഹെ തുമാരേ രഹേ. ഈശ്വരൻ്റേതാണ് നാം എല്ലാവരും, ഈശ്വരൻ്റേതായിട്ട് തന്നെ ഞങ്ങളിങ്ങനെ ജീവിച്ചു പോകും. ഒരിക്കലും ബാബയുടെ കൈ ഉപേക്ഷിക്കലില്ല. ഈ തരത്തിൽ ഉറച്ച നിശ്ചയത്തിലൂടെ പ്രവർത്തിക്കും. സദാ യേ ഗീത് ഗാത്തേ രഹത്തെ തുമാരേ ഹേ തുമാരേ രഹേങ്കെ. ഈ ഗീത്ത് പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. ആരാണിവർ? സ്നേഹി. ഫിർ ഭി സ്നേഹ ഹേ, ഇസിലിയേ 80% സേഫ്. എങ്കിലും ശിവബാബയോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ 80% സുരക്ഷിതർ, സേഫാണ്, സേഫ്റ്റി ഉണ്ട്. സ്നേഹമുണ്ടല്ലോ. 80% 4 ഭാഗത്തിൽ നിന്നും ഇവർ സേഫാണ്. ലേക്കിൻ ഫിർ ഭി കഭി കഭി ശബ്ദ ആജാത്ത. എങ്കിലും ഇവരുടെ ജീവിതത്തിൽ ഇടയ്ക്കിടെ എന്നുള്ള ശബ്ദം വന്നു പോകും.
എന്ന് വെച്ചിരുന്നാൽ സദാ ബാബയുടെ സ്നേഹത്തിൻ്റെ അനുഭവം ലവ്ലീന്ന് സ്റ്റേജും ഉണ്ടാവില്ല. ചിലപ്പോൾ യാദ്, ചിലപ്പോൾ യുദ്ധ്. അവർ തീസറേ നമ്പർ ആത്മായി. ഇനി മൂന്നാം പ്രകാരത്തിലുള്ള ആത്മാക്കളെക്കുറിച്ച് ബാബ പറയാണ്. ബാർ ബാർ സ്നേഹിക്കെ കാരൺ പ്രതിജ്ഞയെ ബി സ്നേഹിസേ കർത്തേ രഹത്തി. ഇവർ ഇടയ്ക്കിടെ ബാബയോടുള്ള സ്നേഹത്തിൻ്റെ കാരണത്താൽ ധാരാളം പ്രതിജ്ഞയും ഇങ്ങനെ സ്നേഹത്തിലൂടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്കിടെ പ്രതിജ്ഞ ചെയ്യുന്നു. എന്താണ് പ്രതിജ്ഞ? ബസ് അഭിസേ ഐസ ബന്ന. മതി, ഇതുവരെ അറിയാണ്ട് എന്തെല്ലോ കഴിഞ്ഞു പോയ വിഷയങ്ങൾ വേണ്ട. ബാബി പറഞ്ഞിട്ടുണ്ടല്ലോ, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന്. അപ്പോൾ ഇന്ന് മുതൽ, ഇപ്പോഴും മുതൽ നമുക്ക് ഈ തരത്തിൽ നന്നായി മുന്നോട്ട് പോകണം. ഇനി ഓക്കെ ആവണം, ഈ തരത്തിലാണ്. അഭിസേ ഐസേ ബന്ന. അഭിസേ ഏ കരേങ്കെ. ഇന്ന് മുതൽ ബാബ പറയുന്ന തരത്തിൽ ഞാൻ ഇതെല്ലാം ചെയ്യും. ബാബ നൽകുന്ന ഹോംവർക്കെല്ലാം ഞാൻ ചെയ്യും. ഈ തരത്തിൽ തന്നെ നല്ല സ്റ്റേജ് ഞാൻ ഉണ്ടാക്കും. 4 വിഷയങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ക്യോങ്കി അഭി അന്തർ തോ ജാനത്തെ ഹേ നാ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഇപ്പോൾ ആന്തരികമായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഫസ്റ്റ് സദാ സ്നേഹി, പിന്നീട് 3rd സ്റ്റേജാണ് സമയാനുസാരം പരിതസ്ഥിതികൾ വന്നപ്പോൾ സ്നേഹിക്കുന്നു. വിഘൻ മകൻ അവസ്ഥ സേ നീച്ചേലയാത്തി. വിഘ്നങ്ങളുണ്ടല്ലോ, മുഴുകിയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഞങ്ങളെ താഴ്ത്തിക്കളയും. ഇല്ലേ? വിഘ്നങ്ങൾ വന്നപ്പോൾ പരമാത്മ സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ അനുഭവം ചെയ്യാൻ പറ്റാതായി. പരീക്ഷണം. ആ സമയത്താണ് നമുക്ക് ചില സമയത്ത് അത്രയും വിഷമിച്ച് പോകുന്നത്. അപ്പം ഞങ്ങൾ ബാബയെ ഓർമ്മിക്കാൻ ഇരുന്നാലും പോലും ഓർമ്മ കിട്ടുന്നില്ല. കാരണം ജീവിതത്തിൽ സംഭവിക്കുന്ന വിഘ്നങ്ങൾ അതോ പരീക്ഷണങ്ങൾ. ഐസി ആത്മായെ ബാബ പറയുന്നു, അപ്പോൾ അവസ്ഥ താഴ്ന്നു പോകും അഥവാ അവനതിയിലേക്ക് പോകും. लेकिन कभी कैसे होने के कारण कोई ना कोई विशेष कमजोरी रह जाती. ചിലപ്പോൾ നല്ല അവസ്ഥ, ചിലപ്പോൾ താഴ്ന്ന അവസ്ഥ, ഇങ്ങനെയെല്ലാം ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ബാബ പറയുന്നു ഇവരിൽ വിശേഷമായി കുറവുകൾ അവശേഷിക്കും, ബാക്കിയായി പോകും. വീക്ക്നെസ്. സദാ അവർക്ക് നല്ല സ്റ്റേജ് മുഴുകിയിരിക്കുന്ന അവസ്ഥയുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് കുറവുകൾ അവശേഷിക്കുന്നത്. ऐसी आत्माएं बाप दादा के आगे रूरिहान भी बहुत मीठी करते. ഈ തരത്തിലുള്ള ആത്മാക്കൾ ബാപ്പ് ദാദയുടെ മുന്നിൽ ആത്മീയ സംഭാഷണ അതിമധുരമായി ചെയ്തുകൊണ്ടേയിരിക്കും. हुज्जत बहुत दिखाते, कहते डायरेक्शन तो आपके है लेकिन हमारी तरफ से करो भी आप और पावे हम. ബാബ പറയുന്നു, ബാബയോട് ചിരി വരുന്ന തരത്തിലുള്ള ആത്മീയ സംഭാഷണയാണ് ഇവർ നടത്തുന്നത്. എന്തെന്നാണ്? ബാബയുടെ നിർദ്ദേശങ്ങളാണ്, ബാബ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ബാബ കുറച്ച് ചെയ്തുകൂടെ, ബാബ കുറച്ച് സഹായിച്ചുകൂടെ? എന്തായിരുന്നാലും ഞങ്ങൾ ബാബയുടേതല്ല, അങ്ങയുടേതായിട്ടില്ലേ? ആരാ സഹായിക്കേണ്ടത്? ബാബയല്ലേ, അങ്ങല്ലേ? അന്നേരം നമുക്ക് കുറച്ച് പ്രാപ്തി ഉണ്ടാക്കാൻ പറ്റൂ. ഇതാണ് ബാബയുടെ ശബ്ദം, ഇല്ലേ? ഹമാരി തരഫ്സെ കരോ ബി ആപ്പ് അവർ പാവേ ഹം. ചെയ്യേണ്ടത് ബാബ, നമുക്ക് റിസൾട്ട് ആക്കുന്നത് നമ്മളാണ്. അതെങ്ങനെയാ? ആരാണ് ചെയ്യുന്നത് അവർക്കല്ലേ പ്രാപ്തി, അല്ലേ? ചെയ്യുന്നവരാണെങ്കിൽ ബാബ ചെയ്യിച്ചാൽ ബാബക്കായില്ലേ പ്രാപ്തി? ബാബക്ക് പ്രാപ്തി വേണ്ട കുട്ടികൾക്കായിട്ടാണ് ബാബ വന്നിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ സാഗരം. स्नेह से कहते जब आपने अपना बनाया तो आप ही जानो. എന്തായിരുന്നാലും ബാബയല്ലേ ഞങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നത്,
ഞങ്ങൾ എവിടെയെല്ലാം ആയിരുന്നല്ലോ. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം ബാബ തന്നെ മനസ്സിലാക്ക്. ഞാനെന്ത് പറയാന്? ബാബക്കറിയില്ലേ? ബാബ ത്രികാലദർശിയല്ലേ? ബാബക്കെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ലോ എന്ന് പറയും. ബാബ കേത്തെ ബാപ്പ് തോ ജാനേ ലേക്കിൻ ബच्चे മാനേ തോ സഹി. ബാബ പറയാണ്, ശരി, ഞാൻ എല്ലാം കുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കുന്നു, പക്ഷെ ഞാൻ പറയുന്ന വിഷയങ്ങളെ, നൽകുന്ന നിർദ്ദേശങ്ങളെ അംഗീകരിച്ചുകൂടെ? നിങ്ങൾ അംഗീകരിക്കേണ്ടത് നിങ്ങളല്ലേ, അനുസരിക്കേണ്ടത് നിങ്ങളല്ലേ? ഞാൻ കാണുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സദാ ഉണ്ട്. സംഗമയുഗത്തിൽ അവസാന നിമിഷം വരെ ഞാനുണ്ട് നിങ്ങളോടൊപ്പം. പക്ഷെ അംഗീകരിക്കുന്നതും അതേ തരത്തിൽ ഫോളോ ചെയ്ത് നിങ്ങൾ ബാബയെ ഓർമ്മിച്ച് ലയിച്ച അവസ്ഥയിൽ ഇരിക്കേണ്ടതാരാ? മക്കളല്ലേ, കുട്ടികളല്ലേ. ബച്ചേ, ബാബ പറയുന്നു, ബാപ്കോ ഫിർ ബി ബച്ചോം പർ റഹം ആത്ത. എങ്കിലും എല്ലാ തരത്തിൽ ഓരോ വിഷയങ്ങളെ പറയുന്ന, ബാബയുമായി ചർച്ച നടത്തുന്ന, ആത്മീയ സംഭാഷണം നടത്തുന്ന കുട്ടികളെ നോക്കിയപ്പോൾ എൻ്റെ കുട്ടികളല്ലേ, പിന്നെ എന്ത് ചെയ്യുക? ദയ തോന്നുന്നു, ഒന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ. ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ സൈഡിലുള്ള വലിയ ആളാണെങ്കിൽ പ്രശ്നത്തിൽ കുടുങ്ങിയവരെ നോക്കിയിട്ട് എന്താണ് വിചാരിക്കുക? അവരോട് പ്രശ്നങ്ങൾ പറയുമ്പോൾ എന്തായിരുന്നാലോ ഞങ്ങളെ ഫ്രണ്ടല്ലേ, അഥവാ ഞങ്ങളെ കുടുംബക്കാരല്ലേ, ഞാനൊന്ന് സഹായിച്ചുകൂടെ? അങ്ങനെ ബാബയ്ക്ക് കുട്ടികളുടെ കാര്യത്തിൽ ദയ തോന്നും. तो ब्राह्मण बच्चे इसलिए स्वयं भी निमित्त बनी हुई आत्माओं द्वारा വിശേഷ ശക്തി ദേത്തി. കൊണ്ട് ബ്രാഹ്മണ കുട്ടികൾ അതുകൊണ്ട് തന്നെ സ്വയം നിമിത്തരായിരിക്കുന്ന ആത്മാക്കളിലൂടെ വിശേഷമായി ശക്തി നൽകുന്നു. ആരാണ്? ശിവബാബ നിമിത്തരായിരിക്കുന്ന ആത്മാക്കളിലൂടെ ഈ തരത്തിൽ സങ്കല്പമുള്ള ആത്മാക്കൾക്ക് വിശേഷ ശക്തി സഹയോഗം നൽകും. ഇപ്പോൾ ബാബ എന്താ ചെയ്ത്? ഇപ്പോൾ നിമിത്ത ആത്മാക്കൾ ഒരെല്ലാം ഒരു പ്രകാരത്തിൽ ഒരു സെറ്റാക്കി, എന്താണ് നിങ്ങൾക്ക് പ്രശ്നമോ, പരിതസ്ഥിതി എന്താണ്, എന്തിനാണ് നിങ്ങൾ ദിവസം ക്ലാസ്സിലേക്ക് വരാത്തത്? ഇപ്പോൾ അതിൽ കൊറോണയുടെ കാര്യമെന്ന് വിചാരിക്കുക ഇല്ലേ? എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, അഥവാ നിയമത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടോ, അതിലേക്ക് ഈ തരത്തിൽ പരിഹാരമുണ്ട്, വരൂ എന്ന് പറഞ്ഞിട്ട് നിമിത്തരായിരിക്കുന്ന ആത്മാക്കൾ, അഥവാ കുറേ പഴയതായിട്ട് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾ ഒരെല്ലാം ഒരു പ്രകാരത്തിൽ സങ്കല്പത്തിലൂടെ യോഗശക്തിയിലൂടെ ഇവർക്ക് സഹായിച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? ലേക്കിൻ കോയി ശക്തി ലേക്കർ ബദൽ ബി ജാത്തെ. ഇങ്ങനത്തെ സംഭവം കൂടിയുണ്ട്. നിമിത്തരായിരിക്കുന്നവരിലൂടെ ബാബ നൽകുന്ന വിശേഷ പാലന അഥവാ ശക്തിയെ നേടി ചിലപ്പോൾ ചില സമയത്ത് ഇവർ മാറ്റങ്ങളും കൊണ്ടുവർത്തിക്കും, പരിവർത്തനപ്പെടുത്തും ദോഷങ്ങളെ, കുറ്റങ്ങളെ. അവർ कोई शक्ति मिलते भी अपने संस्कारों में मस्त होने के कारण शक्ति को धारण नहीं कर सकते. ഇനി ചില കുട്ടികൾ എന്താണ്? നിമിത്തരായിരിക്കുന്നവരിലൂടെ ബാബ നൽകുന്ന വിശേഷ സഹയോഗത്തെ അത് പ്രാപ്തമായിട്ടും കൂടി അവരുടേതായിരിക്കുന്ന പഴയ സ്വഭാവ സംസ്കാരങ്ങൾക്ക് വശരായി അതിൽ തന്നെ ലയിച്ചു പോയിരിക്കുന്നതിൻ്റെ കാരണം ബാബ നൽകുന്ന ശക്തിയെയും നിമിത്തരായിരിക്കുന്നവർ നൽകുന്ന ശക്തിയെയും പാലനയെയും മനസ്സിലാക്കി സ്വീകരിക്കാനുള്ള കഴിവുണ്ടാവില്ല. അതുകൊണ്ട് ബാബ പറയുന്നു, അവർക്ക് ബാബയുടെ ജ്ഞാനം മൊത്തം അഥവാ പൂർണ്ണതരത്തിൽ ധാരണയിൽ വർത്തിക്കാൻ പ്രയാസമായി പോകും, ഉൾക്കൊള്ളാൻ പ്രയാസം. जैसे कोई ताकत की चीज़ खिलाओ और खावे ही नहीं तो क्या करेंगे? ഇപ്പോൾ ഒരു വീക്കായിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിച്ചു, അസുഖമായി. ഇപ്പോൾ ഡോക്ടർ പറയുന്നു അവർക്ക് കുറച്ച് ടോണിക്ക്, ഫ്രൂട്ട്സ് അഥവാ നല്ല നല്ല സാധനങ്ങൾ ഇപ്പോൾ നിങ്ങൾ കൊടുക്കണോ, ഈ തരത്തിൽ ശക്തി അവർക്കുണ്ടാകും, വൈറ്റമിൻ ഇതെല്ലാം കൊടുക്കും, അത് ശക്തിയുള്ള ജ്യൂസും കൊടുക്കുന്നെല്ലാം പറയും. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടും അത് കഴിച്ചില്ല എങ്കിലോ അവർക്ക് എങ്ങനെ ശക്തി വരുക? അങ്ങനെ ബാബ നിങ്ങളോട് ദയ കാണിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി നിമിത്തരെ ആക്കിയിരിക്കുന്നവരിലൂടെ നിങ്ങൾക്ക് ഓരോ രീതിയിൽ സഹായങ്ങൾ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നു. അതിനെ സ്വീകരിച്ചില്ല എങ്കിലോ ബാബയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ അവസ്ഥ എന്തായിരിക്കും? വീക്ക്നെസ്സായിട്ട് തന്നെ ബാക്കിയാകും.
കാരണം അവർ കഴിച്ചില്ല, രോഗി കഴിച്ചിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല പരമാത്മാവിൻ്റെ നിർദ്ദേശങ്ങളെ. അപ്പം എന്ത് ചെയ്യാനാവുക അല്ലേ? बाप विशेष शक्ति देते भी है और कोई कोई धीरे धीरे शक्तिशाली बनते बनते तीसरे नंबर से दूसरे नंबर में आ भी जाते. എങ്കിലും ബാബയുടെ കുട്ടികളെ ഒഴിവാക്കുന്നില്ല ഇല്ലേ? പതുക്കെ പതുക്കെ എന്താണ് ചെയ്യുന്നത്? അനേക പ്രകാരത്തിൽ ഇവർക്ക് പാലന കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ചില മക്കൾ ശ്രദ്ധയോടും കൂടി ആ പാലനയെ സ്വീകരിച്ച് ശക്തിശാലിയരായിക്കോളും. വീക്കായവർക്ക് കുറച്ച് നല്ല ഫുഡ് കൊടുത്തപ്പോഴെന്തായി? ശക്തിശാലിയായി മാറും. പിന്നീട് അവർ 3rd സ്റ്റേജിലുള്ളവർ ചിലപ്പോൾ 2nd സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതുള്ള വിഷയമാണ്, എത്തും എന്നാണ് ബാബ പറയുന്നത്. എപ്പോഴാണ്? നല്ല ഫുഡ് സ്വീകരിക്കുകയാണെങ്കിൽ, ബാബയുടെ പാലനയെ മനസ്സിലാക്കുകയാണെങ്കിൽ, നിമിത്തരായിരിക്കുന്നവരുടെ സ്നേഹഭാവത്തെ സ്വീകരിക്കുകയാണെങ്കിൽ, അപ്പോൾ 3rd നിന്ന് 2nd मार. लेकिन कोई कोई बहुत अलबेले होने के कारण जितना लेना चाहिए उतना नहीं ले सकते. പക്ഷേ ചിലരെന്താണ് അലസതയുള്ളവർ ആയത് കാരണം എത്രമാത്രം നമുക്ക് അവസരമുണ്ടായിരുന്നോ നേടാൻ വേണ്ടി അത്രയും ഇവർ നേടാൻ സാധ്യമാവുകയില്ല. ധാരാളമുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരു ഗ്ലാസ് കൊണ്ടുപോയാൽ ഒരു ഗ്ലാസ്സിലല്ലേ വെള്ളം കൊണ്ടുവരാൻ പറ്റുക? സാഗരത്തിലെ വെള്ളം, നദിയിലെ വെള്ളം അല്ലേ? അന്നേരം ഞങ്ങൾ ഒരു ഗ്ലാസ്സും കൊണ്ടുപോയാൽ ഒരു ഗ്ലാസ്, വലിയ പാത്രം കൊണ്ടുപോയാൽ വലിയ പാത്രം. ഞങ്ങൾ തന്നെ നദിയായാൽ എല്ലാ നദിയിലുള്ള വെള്ളം ഞങ്ങളിലേക്ക് നിറക്കാൻ കഴിയും. എന്നാൽ നിറച്ചില്ല എങ്കിൽ ചെറിയ ഒരു ഗ്ലാസ്സിൽ ചെറിയ ഒരു പാത്രത്തിൽ നിറച്ചാൽ അത്രയും മാത്രം, അത് പോരല്ലോ. തീനോ പ്രകാരക്കെ സ്നേഹി ബച്ച്. ബാബയ്ക്ക് എല്ലാവരോടും ഭാവനയുണ്ട്, എല്ലാവരും ബാബയുടെ കുട്ടികളും തന്നെയാണ്. ഈ തരത്തിൽ 3 പ്രകാരത്തിൽ സ്നേഹി കുട്ടികൾ ബാബയ്ക്ക് ഉണ്ട്. ടൈറ്റൽ സബീക സ്നേഹി ബച്ച്. എല്ലാവർക്കും ബാബ ടൈറ്റൽ എന്താണ് നൽകിയിരിക്കുന്നത്? സ്നേഹി ബച്ച് എന്ന് തന്നെയാണ്. എല്ലാവരും സ്നേഹി മക്കളെ, സദാ സ്നേഹി, പിന്നീട് സമയാനുസാരം സ്നേഹി, കബി കബി. ആജ് ഇതാണ് ഇന്നത്തെ മഹാവാക്യം പ്രധാനമായി. അപ്പോൾ ബാബയുടെ മഹാവാക്യം ഉച്ചരിക്കുന്ന സമയത്ത് 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ബാബയുടെ മുന്നിൽ. വിദേശത്തിൽ നിന്ന് വന്നിരുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ ജർമ്മനി ഗ്രൂപ്പ്. ആ സമയത്ത് ഇന്ന് ശാന്തിവൻ കോംപ്ലക്സ് ഏതാണ് അതൊന്നും ഉണ്ടായിരുന്നില്ല. പാണ്ഡവ ഭവൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 86. അപ്പോൾ ജ്ഞാനസരോവരം ഇല്ല, ഗ്ലോബൽ ഹോസ്പിറ്റലും ഇല്ല. പാണ്ഡവ ഭവന ഓം ശാന്തി ഭവനത്തിന് നിർമ്മാണമായിരുന്നു, അതുണ്ടായിരുന്നു. യൂണിവേഴ്സൽ പീസ് ഹാൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ജർമ്മനി ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്, അവരുടെ ടേൺ ആയിരുന്നു. സാരി ഹി ഗ്രൂപ്പ് നമ്പർ 1 ആയിന. വിദേശീയരെന്ന് പറയുമ്പോൾ ഭാവനയോടും കൂടി പുരുഷാർത്ഥം ചെയ്യുന്നു. അവരോട് ബാബ ചോദിക്കുകയാണ്, മുഴുവൻ ഗ്രൂപ്പ് നമ്പർ 1 അല്ലേ? നമ്പർ 1 സമീപ് രത്തൻ. ക്യോंकि जो समान होते हैं वो ही समीप रहते. എല്ലാവരും നമ്പർ 1 സമീപരത്നങ്ങളാണ്. ആരാണോ സമാനരായിരിക്കുന്നത്, ബാബയ്ക്ക് സമാനം, അവർ തന്നെ സമീപത്തിലിരിക്കാൻ കഴിയും. ഇപ്പോൾ സ്റ്റേജിൽ ആരെയാണ് നമുക്ക് ഇരുത്തിക്കാൻ പറ്റൂ? എന്തെങ്കിലും പരിപാടി നടത്തുമ്പോൾ ഒരു ലെവലിൽ എല്ലാവർക്കും ഒരു ഈക്വൽ സ്റ്റേജ് ഉള്ളവരെയാണ് ഗസ്റ്റായി നാം അവരെ ക്ഷണിക്കുന്നത് ഇല്ലേ? ഇല്ലെങ്കിൽ അവർ വിചാരിക്കില്ല, ഓ ഇവരെന്താ സാധാരണ. എന്നിട്ട് ബാബ പറയുന്നു, ബാബയുടെ സമാനം ആ സമീപത്തിൽ ആർക്കാണ് ഇരിക്കാൻ കഴിയുക? ആരാണോ ബാബയുടെ സമാന സ്റ്റേജ് നേടിയവർ സമീപത്തിൽ ബാബയുടെ അടുത്തിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സ്നേഹക്കൊണ്ട് ആരാണ് ബാബയുടെ സമാനം, ബാബയുടെ എല്ലാ ഗുണശക്തികളെ സ്വയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സമീപരത്നങ്ങൾ ഇല്ലേ? ആണോ? അതെ. യൂറോപ്പ് ഫസ്റ്റ് അല്ലേ? ലതാ സിസ്റ്റർ നിങ്ങൾ ഫസ്റ്റാണോ? ഫസ്റ്റ് തന്നെ അല്ലേ? ഭയങ്കര ധൈര്യത്തിൽ പറയുന്നു അല്ലേ ടീച്ചർ. സാരി ഗ്രൂപ്പ് നമ്പർ 1 സമീപ് രത്തൻ. അപ്പോൾ മുഴുവൻ ഗ്രൂപ്പ് ജർമ്മനി ഗ്രൂപ്പ് നമ്പർ 1.
കൊണ്ട് ബാബ പറയാണ്, നമ്പർ 1 എന്ന് വെച്ചിരുന്നാൽ ആരാണോ സമാനരായിരിക്കും. ഓഹി സമീപ് രഹത്തെ ശരീർ സെ ഭലേ കിतना भी दूर हो लेकिन दिल से इतने नज़दीक है जो रहते ही दिल में है. ബാബ പറയുന്നു, ശാരീരികമായിട്ട് ഏതെല്ലോ രാഷ്ട്രങ്ങളിൽ ഏതെല്ലോ ഭൂഭാഗങ്ങളിൽ കണ്ടിന്യൂസിലാണ്. അമേരിക്കയിലായിരിക്കുക, ചിലർ ഓസ്ട്രേലിയയിലായിരിക്കുക, ഇല്ലേ, പറയാൻ കഴിയില്ലല്ലോ ഏതെല്ലാം സ്ഥാനത്തിൽ എവിടെയല്ല. ശരീരങ്ങൾ വേറെ വേറെ ആയിരിക്കുക ദൂര രാജ്യങ്ങളിലോ രാഷ്ട്രങ്ങളിലോ, പക്ഷേ ഹൃദയത്തിൽ നിന്നും ബാബയുടെ സമീപമാണ്. ഇതല്ല വേണ്ടത് അല്ലേ? അതുകൊണ്ട് ബാബ നിങ്ങളെല്ലാവരെയും ഹൃദയത്തിൽ സ്ഥാനം നൽകി എത്തിയിരിക്കും. സ്വയം ബാപ്പ് കെ ദിൽ തക്ത് പർ രഹത്തെ. അപ്പോൾ നിങ്ങൾ ദൂരെയാണെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങൾ സ്നേഹികളാണ്, സദാ സ്നേഹി. അതുകൊണ്ട് ബാബ പറയാണ്, ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ നിങ്ങളിരിക്കുന്നു. ഉനോക്കെ ദിൽ മേ സ്വതാ ഹി ബാപ്പ് കെ സിവായ് അവർ കോയി നഹി. ഇവരുടെ ഹൃദയത്തിൽ ബാബ അല്ലാതെ വേറെ ആർക്കും സ്ഥാനമില്ല. ഹനുമാൻ്റെ ഹൃദയത്തിൽ ആരായിരുന്നു? രാമനായിരുന്നു അല്ലേ? ഇപ്പം നാമെല്ലാം സ്നേഹിയ ആത്മാക്കൾ, സദാ സ്നേഹിയ ആത്മാക്കളുടെ ഹൃദയത്തിൽ ശിവരാമനാണ്, ത്രേതായുഗി രാമനല്ല ഇല്ലേ? വേറെ ആരുമില്ല, ആർക്കും സ്ഥാനമില്ല. ക്യൂങ്കി ബ്രാഹ്മണ ജീവൻ മേ ബാപ്പനെ ദിൽ കാ ഹി സൗദാ കിയ. എന്തുകൊണ്ടെന്നാൽ ബ്രാഹ്മണ ജീവിതത്തിൽ ബാബ ഹൃദയത്തിൻ്റെ വ്യാപാരമാണ് ചെയ്തിരിക്കുന്നത്. ഹൃദയത്തിൻ്റെ ബിസിനസ്സാണ്, കച്ചവടം. എങ്ങനെ? ദില്ലി അവർ ദിൽ ദി. നിങ്ങളുടെ ഹൃദയമെല്ലാം ബാബ ഇങ്ങോട്ടേക്ക് എടുത്തു. പിന്നീട് ഭഗവാന്റെ ഹൃദയം നിങ്ങൾക്ക് നൽകി. എത്ര വലിയ ബിസിനസ്സാണിത് ഇല്ലേ? ആലോചിച്ച് നോക്കൂ. വിനിമയം. നിങ്ങളുടെ അശുദ്ധ ഹൃദയത്തെ അഥവാ അസുഖമുള്ള ഹൃദയത്തെ, പലതരത്തിലുള്ള കൽമഷമോ അഥവാ ബ്ലോക്കേജ് എന്തെല്ലാം ഉണ്ട്, ആ ഹൃദയത്തെ എല്ലാം എടുത്തു. സ്വഭാവ സംസ്കാരങ്ങളുടെ ഇതെല്ലാം ദോഷങ്ങൾ ഹൃദയത്തിലല്ലേ വരുക? ഹെഡിൽ വന്ന് സങ്കല്പത്തിൽ വന്നു ഹൃദയത്തിൽ. അതെല്ലാം എനിക്ക് തന്നു മക്കൾ. പിന്നീട് ബാബ പറഞ്ഞു, നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയം എടുത്തു. വിശാല ഹൃദയം, ഭഗവാന്റെ ഹൃദയം. ദിൽ ലി അവർ ദിൽ ദി. ദിൽ കാ സൗദാ കിയാന. ഹൃദയത്തിൻ്റെ വ്യാപാരമായില്ലേ? ദിൽ സേ ബാബ കെ സാത്ത് രഹത്തെ. നിങ്ങൾ ഹൃദയത്തിൽ നിന്നും ബാബയുടെ സമീപത്തിലാണ് ഇരിക്കുന്നത്. കൊണ്ട് ഹൃദയ സിംഹാസനധാരി. ശരീർ സെ തോ കോയി കഹാ രഹത്തെ. ഇപ്പോൾ ശാരീരികമായിട്ട് ഏതെല്ലോ ദൂരരാജ്യങ്ങളിലോ രാഷ്ട്രങ്ങളിലോ ആയിരിക്കാം. ഹൃദയത്തിൽ നിന്നും ബാബയുടെ ഹൃദയസ്ഥാനത്തിലാണ്. സബീ കോ യഹാ രഖേ തോ ക്യാ ബൈറ്റ് കരേങ്കെ. എല്ലാവരെയും മധുബനിൽ ഞാൻ കൊണ്ടുവന്ന് ഇരുത്തിക്കാൻ വിചാരിച്ചു. നിങ്ങൾക്ക് സ്ഥാനം തരാം, അവസരം തരാം ഇരിക്കാൻ. പക്ഷെ എല്ലാവരും ഈ സ്ഥാനത്തിൽ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാനാ? വേറെ എന്തെങ്കിലും ഒരു സേവനം ആവശ്യമല്ലേ? അതുകൊണ്ട് സേവാർത്ഥം നിങ്ങൾക്ക് വേറെ വേറെ സ്ഥാനങ്ങളിൽ, പല പല സ്ഥാനങ്ങളിലേക്ക് ഞാൻ പറഞ്ഞയച്ചിരിക്കുന്നു. सेवा के लिए तो मधुबन में साथ रहने वालों को भी बाहर भेजना पड़ा. സേവാർത്ഥം മധുബനിൽ താമസിക്കുന്നവരെയും കൂടി പല രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ഹൃദയ പുഷ്പദാദിജി അതുപോലെ എല്ലാ ദാദിമാരും ആദ്യം യജ്ഞത്തിന് മധുബനിൽ തന്നെയായിരുന്നു. പിന്നീട് ബാബയുടെ സന്ദേശം എല്ലാവർക്കും എത്തിക്കണ്ടേ? ഇല്ലെങ്കിൽ നമുക്കെല്ലാം എങ്ങനെ ജ്ഞാനം കിട്ടുക? നിമിത്തരായി അവരെല്ലാവരും പുറത്ത് പോയി പല സ്ഥലങ്ങളിലും പോയി സേവനം അനുഷ്ഠിച്ചു. सभी को यहाँ रखे तो क्या बैठ करेंगे? नहीं भेजना पड़ेगा, नहीं तो विश्व की सेवा कैसी होंगी? ഇല്ലെങ്കിൽ മുഴുവൻ വിശ്വത്തിൻ്റെ സേവനം നാനാഭാഗത്തിൽ എങ്ങനെയാണ് നടക്കുക? നിങ്ങൾ പോയാലല്ലേ. ഇപ്പോൾ റഷ്യയിൽ ആദ്യം ജഗദീഷ് ഭായി പോയി. ജഗദീഷ് ഭായിജിയോടൊപ്പം അതുപോലെ തന്നെ ഞങ്ങളെ ഒരു ബേഞ്ചിയുണ്ട്, അവരാണ് വിശേഷിച്ച് പോയത് അവരോടൊപ്പം. പിന്നീട് ഓരോ സഹോദരിമാരെ നിമിത്തമാക്കി ഭാരതീയ സഹോദരിമാർ അവരവിടെ പോയിട്ട് അനേക നിമിത്ത സഹോദരിമാരെ തയ്യാറാക്കി.
റഷ്യയിൽ. ഇപ്പോൾ സുധാ സിസ്റ്റർ, സുധാ ബെഹൻജിയുണ്ട്, അനേക ഭാരതീയ ബെഹൻജിമാരുണ്ട്, വിദേശത്തിൻ്റെ ബെഹൻജിമാരും. ഭാഷ പഠിച്ചിട്ടാണ് ഒരു സേവനം ചെയ്യാൻ പോയി. അപ്പോൾ ഇല്ലെങ്കിൽ ജഗദീഷ് ഭായിജി പോയില്ല എങ്കിലോ ഞാൻ ഇവിടെ തന്നെ ഡൽഹിയിലിരിക്കുക പാണ്ഡവ ഭവനിൽ. അപ്പോൾ റഷ്യയിൽ എങ്ങനെ സേവനം നടക്കുമായിരുന്നു അല്ലേ? അതെ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിങ്ങളെ ഇരുത്താൻ പറ്റില്ല. സേവാർത്ഥം പോവെന്നെ വേണ്ടി വരും. बाप से भी प्यार है, सेवा से भी प्यार है, इसलिए ड्रामानुसार ഭിന്ന ഭിന്ന സ്ഥാനം पर पहुँच गए. ബാബയോട് സ്നേഹമുണ്ട് മക്കൾക്ക്, അതുപോലെ തന്നെ സേവനത്തിനോടും അതീവ സ്നേഹമാണ്. ഈ കാരണത്താൽ ഡ്രാമാനുസാരം പല സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ മലേഷ്യയിലേക്ക് പോയി. മീരാബേൻ എത്ര സഹോദരിമാർ, അതുപോലെ തന്നെ ന്യൂയോർക്കിൽ ഗായത്രി ബേൻ, അനേക സഹോദരിമാർ പല ദിക്കിലേക്കും സേവാർത്ഥം പോകേണ്ടി വന്നു. अपने हम जिन्स की सेवा के निमित्त बन गए. സമവയസ്കർ ആരാണോ, കൊലീഗ്സ് എന്ന് പറയും അല്ലേ, ഞങ്ങളെ സമവയസ്സുള്ളവരുടെ സേവനത്തിന് വേണ്ടി നിമിത്തരായിരിക്കും. അവർ വഹാ की सेवा के निमित्त बन गए ना. ഓരോ സ്ഥാനത്തിലേക്ക് പോയി അവിടുത്തെ സേവനത്തിന് വേണ്ടി നിമിത്തരായിരിക്കുമല്ലോ. യഹ് ബി ഡ്രാമേ പാർട്ട് നൂന്താ ഹുവ. ഇതും കൂടി ഡ്രാമയിൽ പാർട്ട് നിശ്ചിതമായിരിക്കുകയാണ്. ഭാരതീയ കുട്ടികൾ തന്നെ പലയിടത്തും പോയിട്ട് സേവനത്തിന് വേണ്ടി നിമിത്തരായിരിക്കും. നേപ്പാളിലെ ഒരു സഹോദരി പോയി. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും. ഇപ്പം ഞങ്ങൾ പ്രകാശ് മണി ദാദിജിയും ആദ്യമല്ല യജ്ഞത്തിൽ നിന്ന് പാണ്ഡവ ഭവനിൽ തന്നെ പോയിരിക്കുന്നു. ജാനകി ദാദി പൂനെയിലുണ്ടായിരുന്നു, ബോംബെയിലുണ്ടായിരുന്നു. അവരെല്ലാം സേവനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വിത്ത് അവർ വിത്തിച്ച് ആത്മാക്കളെ തയ്യാറാക്കി പിന്നെ യജ്ഞത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ബാബ ഉത്തരവാദികളെ ആക്കി അവരെ നിമിത്തമാക്കി. अपनी हम जिन्स की सेवा के निमित्त बन गए. ജർമ്മനി വാലെ സദാ ഖുഷ് രഹനെ വാലെ. ജർമ്മനി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സദാ സന്തോഷത്തിലിരിക്കുന്നവർ, സന്തോഷത്തിൽ കഴിയുന്നവരാണ്. जब बाबा के सदा का वर्षा इतना सहज मिल रहा है तो सदा को छोड़ थोड़ा सा कभी कभी का क्यों लेवे. ബാബ ചോദിക്കുകയാണ്, ബാബയിൽ നിന്നു സദാ സമ്പത്ത് പ്രാപ്തമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, സംഗമയുഗത്തിൽ ധാരാള പ്രാപ്തി, അവിനാശി പ്രാപ്തി, ഇതിനെ നിങ്ങൾ ഒഴിവാക്കി അല്പസ്വല്പം കുറച്ച് സമയത്തിൻ്റെ സമ്പാദ്യത്തിന് വേണ്ടി എന്തിനാണ് സമയത്തെ മൊത്തം നിങ്ങൾ ചെലവഴിക്കുന്നത്? ഇതൊന്ന് ബാബ നൽകുന്ന, ഈശ്വരൻ നൽകുന്ന മുഴുവൻ സമ്പത്ത് നേടിക്കൂടെ? ഇതന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ടത്. ഇതാണ് നമുക്ക് മുഴുവൻ കൽപ്പത്തിലേക്ക്, ഒരു സർക്കിളിലേക്ക് വേണ്ടിയിട്ട് ആവശ്യം വരുന്നത്. ആവശ്യമുള്ളതെന്തോ അതല്ലേ നമുക്ക് സമ്പാദിക്കേണ്ടത് ഇല്ലേ? അല്പസ്വല്പം അതിലേക്ക് തന്നെ ആകർഷിതരായി ഓടിയ 4 യുഗങ്ങളിലേക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ രാഘവൻ ബ്രദർ ഇല്ലേ? അപ്പം എന്ത് ചെയ്യണോ? ഈശ്വരൻ്റെ സമ്പാദ്യത്തിലേക്കല്ലേ നമുക്ക് കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത്. കൊണ്ട് അല്പസമയത്തിൻ്റെ സമ്പത്തിനെ നിങ്ങൾ ആകർഷിതരായി സദാകാലത്തിൻ്റെ പ്രാപ്തിയെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ദാത്ത ദേ രഹാ ഹെ, അവർ ലേനെ വാലെ കം ക്യോ ലേവേ. സൂര്യൻ കിരണങ്ങളെ ഭൂമിയിലേക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു ഇല്ലേ? അപ്പോൾ എനിക്ക് കുറച്ച് മതി, എല്ലാം അടച്ചു വെച്ചാലോ ജനൽവാതിൽ? അപ്പോൾ നമുക്കെങ്ങനെ പ്രാപ്തമാവുക? അനുഭവം എങ്ങനെ ഉണ്ടാവുക? കൊണ്ട് ഈശ്വരൻ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി, വിശ്വമംഗളത്തിന് വേണ്ടി സർവശക്തികളുടെ സർവഗുണങ്ങളുടെ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു, കിരണങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എടുത്തുകൂടെ മക്കളെ എന്ന് ബാബ ചോദിക്കുന്നു. എന്തുകൊണ്ട് കുറവായിട്ട് എടുക്കുന്നു? കുറച്ച് എന്തിനാ എടുക്കുക? ഇസിലിയെ സദാ ഖുഷി കെ ഝൂലേ മേ ഝൂൽത്തേ രഹോ. മുഴുവൻ സമ്പത്ത് ഭഗവാന്റെ സമ്പത്ത് നേടുക, പിന്നീട് സദാ സന്തോഷത്തിൻ്റെ ഊഞ്ഞാലിയിൽ ആടിക്കൊണ്ടേയിരിക്കുക.
ഊഞ്ഞാലിന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ, കുട്ടികളെല്ലാവർക്കും ഇഷ്ടം ഇല്ലേ? ഇതല്ലേ വേണ്ടു. सदा माया जीत, प्रकृति जीत, विजयी बन, विजय का नगारा विश्व के आगे जोर शोर से बचाओ. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ബാബ പറയാണ്, സദാ മായാജീതരാകൂ, മായ ജയിക്കുന്നവരാകൂ, പ്രകൃതിയെ ജയിക്കുന്നവരാകൂ, വിജയികളായി വിജയത്തിൻ്റെ പെരുമ്പറ മുഴുവൻ വിശ്വത്തിൻ്റെ മുന്നിൽ നല്ല ശക്തമായി മുഴക്കുക. വിജയത്തിൻ്റെ പെരുമ്പറ മുഴുവൻ ലോകത്തിൽ ശക്തമായി. എല്ലാം നോക്കണം, ഇതെവിടെ നിന്നാ സൗണ്ട് വരുന്നത്, ആരാണ് എന്ന്. പെരുമ്പറ എങ്ങനെ മുഴക്കി പോകുന്നില്ലേ? അപ്പോൾ ആ തരത്തിൽ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഈശ്വരൻ്റെ ശബ്ദങ്ങളാണിത്, ഈശ്വരൻ്റെ നിമിത്തരാണ്. എല്ലാവരും നോക്കണം, അന്നേരം ഓടി വരണോ ഇല്ലേ? ഇന്നത്തെ ഈ സമയത്ത് കൊറോണൻ്റെ ഇത്രയും ഉപദ്രവങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടും ഇനി മൂന്നാം നേത്രം തുറക്കാനായിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ യോഗത്തിൻ്റെ താപമുണ്ടല്ലോ അവിടെ വരെ എത്തിയിട്ടില്ല. ഇവിടെ വരെ വരണ്ടേ അവരെല്ലാവരെയും ഉണർത്തണ്ടേ അല്ലേ? ഉത്തരവാദി ഞങ്ങളാണ്. അപ്പോൾ ഒന്ന് മുഴക്ക് ശക്തമായിട്ട്. ഏതാണ്? വിജയത്തിൻ്റെ പെരുമ്പറ. आजकल की आत्माएं विनाशी साधनों में अथवा बहुत मस्त नशे में चूर है. ഇന്നത്തെ ലോകാവസ്ഥ എന്താണ്? വിനാശി സാധനങ്ങൾ, അതാണ് ആ ഉപകരണം, ഈ ഉപകരണം, ആ തരത്തിലുള്ള നവീന സാധനങ്ങൾ, വിജ്ഞാനത്തിൻ്റെ ഇതിൽ തന്നെ മുഴുകിയിരിക്കുന്നത്. എല്ലാം ഉണ്ട്, പിന്നെ എന്താ വേണ്ടത് അല്ലേ? മതിയോ അത്? ഏതെല്ലാം തരത്തിലുണ്ടെങ്കിലും അതാ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ഇത്രയും നിസ്സാരമായിരിക്കുന്ന ഒരു കൊറോണ വൈറസ് എത്ര വലിയ വലിയ വിശിഷ്ട വ്യക്തികളെ, ശക്തമായിരിക്കുന്നവരെ, സമ്പത്തുള്ളവരെ എല്ലാവരെയും കൊണ്ടുപോകുന്നുണ്ട്. ഇനി ചിലവരെ പരീക്ഷിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കും അല്ലേ? എത്ര വലിയ ഗായകന ബാലസുബ്രഹ്മണ്യം, എല്ലാ ലോകപ്രസിദ്ധനാണ്. ഇവരെ കൊണ്ടുപോയില്ലേ ചെറിയൊരു വൈറസ്. അന്നേരം ഈ സ്ഥൂല സാധനങ്ങൾ എന്തിനാ? ആരെന്തെങ്കിലും കൊണ്ടുപോയോ? വസ്തുക്കളെയോ സമ്പത്തിനെയോ? എത്ര കോടികൾ ഉണ്ടായിട്ടും എന്ത് കാര്യം? ഈ ഭൂമിയുടെ സാധനമാണ്, അത് നമുക്ക് ഭാവിയിലേക്ക് ഉപയോഗത്തിൽ വരാതെ. അതുകൊണ്ട് ബാബ പറയുന്നു, നിങ്ങൾ ദില്ല് എനിക്ക് തന്നില്ലേ, അതനുസരിച്ച് നിങ്ങൾ യജ്ഞത്തിലേക്ക് വേണ്ടി സമർപ്പിച്ചോ, ഞാൻ സൂക്ഷിച്ച് നിങ്ങൾക്കതിന് സത്യുഗമതിന് തിരിച്ചു തരാം. ബാങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കൂ, ബാങ്ക് ഒന്നും തരില്ല, ഇനി കിട്ടാനുണ്ടാവില്ല. അപ്പോൾ ആരോ ഇന്നലെ ഏതോ ഒരു തരത്തിലൊരു മെസ്സേജ് ഉണ്ടായി, ചിരിയാണ് വരുന്നത്. ATM വിഷയത്തിൽ ധാരാളം സമ്പത്തിന് എന്താണ് ATM ബാങ്കിൻ്റെ ഉത്തരവാദിത്വമല്ലേ, എല്ലാം സെറ്റപ്പാക്കി. അപ്പോൾ ഈ കൊറോണയുടെ ഈ സമയത്തിൽ തന്നെ ആരും പോയിട്ട് അവർക്ക് ആവശ്യത്തിന് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ ഉപയോഗശൂന്യമായി, ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ആ തരത്തിലുള്ള അവസ്ഥ. ഇതെന്താ? ഇപ്പോൾ ചിലർ കംപ്ലൈൻറ്റ് ചെയ്തു, നിങ്ങൾ എന്താ ബാങ്ക്കാർ, ഇപ്പോൾ നമുക്ക് പൈസ വേണ്ടേ, ജീവിക്കണ്ടേ. പിന്നീട് ഏതൊരു അധികാരിക്ക് ബുദ്ധിയിൽ കുറച്ചൊക്കെ സങ്കല്പം വന്നു, ഒന്ന് പോയി നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ, എന്തിനാണ് എല്ലാവരും ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. പോയിട്ട് അതിനെ നോക്കി അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരെ വർത്തിച്ച് തുറന്ന് നോക്കിയപ്പോൾ 2000-ൻ്റെയോ 500-ൻ്റെയോ എല്ലാം ഇങ്ങനെ സ്റ്റോക്ക്. എലികൾ ധാരാളമാണ്. എലികളെല്ലാം തിന്നിട്ട് എത്രയോ ലക്ഷം കോടിൻ്റെ എത്രയ്ക്ക് പൈസ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയപ്പോൾ ആകെ 17 ലക്ഷം മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ബാക്കിയെല്ലാം കഷ്ണമായിട്ട് നിറയെ എലികൾ തിന്നിട്ട് പോയി. ഇന്ന് സ്ഥൂല എലികളായിരിക്കും അവസാന സമയത്ത്. പ്രളയത്തിൻ്റെ അനുഭവമുള്ള നമുക്ക് ഇല്ലേ? അപ്പോൾ നമുക്ക് ഏതിലേക്കാണ് ശ്രദ്ധ വേണ്ടത്? ഇതെല്ലാം നമുക്കൊരു പാഠമാണ്. നമുക്ക് വേണ്ടത് അലൗകിക, അഭൗതിക, പാരലൗകികമായിരിക്കുന്ന സമ്പാദ്യം. ആരാണ് തരുന്നത്? ഞങ്ങളുടെ സ്വന്തം അച്ഛനാണ്. അത് നമുക്ക് മൊത്തം സ്വീകരിച്ചുകൂടെ, സമ്പാദിച്ചുകൂടെ? എന്തിനാ കുറച്ചായിട്ട് എടുക്കുന്നത്? കൊണ്ട് നിങ്ങൾ മണി എക്സ്ചേഞ്ച് ചെയ്യ്. ഇത് ചെയ്താൽ അവിടെ തരും. ഇത് ഈശ്വരീയ ബാങ്കാണ്, ഗുഡ് വിഷസ് ബാങ്കാണ്. ചെയ്തില്ല എങ്ങനെ ഞാനെന്ത് ചെയ്യാം മക്കളെ? നിങ്ങൾ ഒന്ന് ചെയ്താൽ ഞാൻ 10 മടങ്ങ് തരും, അത് ഗ്യാരണ്ടിയാണ്.
നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങളെൻ്റെ കുട്ടികളാണ്, പക്ഷേ എനിക്ക് പറ്റില്ല കുട്ടികളെ. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു ഈ ബാങ്കിൽ സൂക്ഷിക്കാൻ, അതുകൊണ്ട് നിങ്ങളിതെല്ലാം പോയി അനുഭവങ്ങൾ കാണുന്നു. आजकल की दुनिया में विनाशी साधनों में बहुत मस्त नशे में चूर है. ये तो दुख अशांति से थके हुए. ഇതേ കൂടിയിട്ട് ഒരു സുഖവും കാണാതിരിക്കുമ്പോൾ അതൃപ്തരായി, ദുഃഖിതരായി, അശാന്തരായിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം ഇരുന്നിട്ടും പോലും നമുക്കൊരു സന്തോഷത്തിന് ജീവിതം നയിക്കാൻ പറ്റില്ലല്ലോ, ഇല്ലേ? ऐसी गहरी नींद में थके हुए ऐसी गहरी नींद में सोए हुए हैं जो छोटा आवाज़ सुनने वाले नहीं. കൊണ്ട് ബാബ പറയുന്നു, പണത്തിൻ്റെയോ പിന്നെ സൗന്ദര്യത്തിൻ്റെയും ഭൗതിക സാധനങ്ങളുടെയോ സുഖത്തിൽ ഇവർ ലയിച്ചിരിക്കുന്നു. ഇവർക്ക് ലയിച്ച അവസ്ഥയിൽ അജ്ഞാനത്തിൻ്റെ ഉറക്കത്തിൽ. കുംഭകർണൻ രാവണൻ്റെ അനുജനെ ഒന്ന് രാവണാന്ന് വിളിച്ചാലൊന്നും അനങ്ങുന്നില്ല. പോയി ഇരുന്നിട്ട് ഇങ്ങനെ 100 വാദ്യം, 100 സംഗീതം, ഇവരെല്ലാവരും കൂടിയിട്ട് 6 മണിക്കൂർ ഇങ്ങനെ അവർ ശബ്ദമാക്കുകയാണെങ്കിൽ മാത്രം കുംഭകർണൻ പതുക്കെ ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ. പിന്നീട് ഇവർ നിർത്തി കഴിഞ്ഞാൽ പിന്നെയും 6 മണിക്കൂർ ഇവരുടെ പരിശ്രമം. അങ്ങനെ ഈ ലോകത്തിലുള്ള ജനങ്ങളെ ഉണർത്തണോ? ഇപ്പോൾ നിങ്ങളൊരു സന്ദേശം കൊടുത്താൽ, ഒരു പരിപാടി നടത്തിയാലൊന്നും പോരാ, ഇല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യ്. കാരണം നിങ്ങളുടേതായിരിക്കുന്ന ഹംജിൻസാണ്, സമാനരാണ്, സമവയസ്കരാണ്. സത്യയുഗത്തിലേക്ക് അവരെയും കൂട്ടണ്ടേ? കുറച്ചൊന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല, കാരണം അവർ വർക്കത്തിലാണ്. നശേമേ ജോ ചുരു ഹോത്താ ഉनको ഹിലാനാ പെടുത്താ. ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരെ പൊതുവെ നമുക്കറിയാമല്ലോ, ഇങ്ങനെ പോയിട്ട് കുലുക്കി അനക്കി എഴുന്നേൽപ്പിക്കേണ്ടി വരും. ഗഹരി നീന്ത് വാലേക്കോ ഹിലാക്കർ ഉഠാനാ പെടുത്താ. എന്താണ് അഗാധമായിരിക്കുന്ന ഉറക്കത്തിൽ നിന്നെ കുറയ്ക്കുകയും വലിച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, അല്ലേ? പിന്നെ ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ടി വരും, ഒഴിക്കേണ്ടി വരും. तो हैम्बर्ग वाले क्या कर रहे हैं? ഇപ്പം നേരത്തെ ജർമ്മനി, ഇപ്പം ഹാംബർഗ് എന്നുള്ള സ്ഥലത്തിൽ നിന്ന് വന്നിരുന്ന കുറച്ച് മക്കൾ, അവരോട് ബാബ ചോദിക്കുകയാണ്, അച്ഛാ ഹി ശക്തിശാലി ഗ്രൂപ്പ്. ഇപ്പം നല്ല ശക്തിശാലിയായിരിക്കുന്ന ഗ്രൂപ്പാണ് ബാബയുടെ മുന്നിൽ. സഭി കി ബാപ്പ് അവർ പഠായി സെ പ്രീത് അച്ചി ഹെ. എല്ലാവർക്കും ബാബയോട് സ്നേഹമുണ്ട്, ഈശ്വരീയ പഠിത്തത്തിനോട് സ്നേഹമുണ്ട്. जिनों की पढ़ाई से प्रीत है वह सदा ശക്തിശാലി रहते. ആർക്കാണോ പഠിത്തത്തിനോട് സ്നേഹമുണ്ടായിരിക്കുന്നത് അവർ സദാ ശക്തിശാലിയരായിരിക്കും. ആ പഠിത്തമല്ല, MBBS കോളേജിലല്ല, എഞ്ചിനീയറിംഗ് കോളേജിലല്ല, അതിൽ 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ വലിയ പദവി കിട്ടും, ശാശ്വതമല്ല. 60 കഴിഞ്ഞാൽ റിട്ടയർഡും ആയി, ഇല്ലേ? അന്നേരം ബാബ പറയുന്നു, ഈശ്വരീയ വിദ്യാഭ്യാസം അനേക മക്കൾ 85 വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇപ്പോഴല്ല പദവി, ഭാവിയിലാണ്, ഇല്ലേ? 1936 ഈശ്വരീയ പഠനം ആരംഭിച്ചത്. ഞങ്ങളുടെ ദാദാമാർ എല്ലാവരും ഉണ്ട്. എത്ര വർഷം പഠിക്കേണ്ടത് എന്നല്ല, ഇതിൽ താല്പര്യമുണ്ടാവും. അപ്പം ഞങ്ങളുടെ ദാദിമാരെല്ലാം ഞാൻ ഓർത്തു പോകും. പണ്ട് അവർക്ക് ശാരീരിക ശക്തിയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് കസേലയല്ല, മനസ്സിലായോ? എങ്ങനെയെന്നറിയാമോ? എല്ലാം താഴെ നല്ല സുഖം, ആനന്ദം, എല്ലാം വിരിയെല്ലാം വിരിച്ച് കാർപ്പറ്റ് അവിടെ ഇരിക്കും. ദാദിയും താഴെ ഇരിക്കൂ. ദാദി ഇരുന്നിട്ട് പുസ്തകം വെച്ച് എഴുതുന്നത് തന്നെ. 86 ദാദി അങ്ങനെയായിരുന്നു. പ്രകാശ് മണി ദാദി, ജാനകി ദാദി, ചന്ദ്രമണി ദാദി, അനേക ദാദിമാരാണ്. എന്തൊരു ഐശ്വര്യമായിരുന്നു മധുബൻ, ഇല്ലേ? കൊണ്ട് അവർക്ക് ഈശ്വരീയ പഠിത്തത്തിനോട് സ്നേഹം, ഈശ്വരീയ നമുക്കാണെങ്കിലോ ഇപ്പോഴ് നമുക്ക് പിന്നെ സമയമാണ്. ഇതിന് മുൻപ് ഒരാഴ്ചക്ക് ഒരു ദിവസം. അപ്പോൾ പിന്നെ സിസ്റ്റർ വിളിക്കണം, എന്തിനാ ബ്രദറെ വന്നിട്ടില്ല, എന്തിനാ സഹോദരി വന്നിട്ടില്ല? പറയാ കല്യാണ തിരക്കാണ്, അത് കുറച്ച് പണി തിരക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കാരണം പറയും. ആർക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുക, അല്ലേ?
അതുകൊണ്ട് വേണ്ട പഠിപ്പ് സ്റ്റോപ്പ് മതി എന്ന് പറഞ്ഞ് ബാബ നിർത്തിയത് ഇല്ലേ. അപ്പോൾ പഠിത്തത്തിനോട് ആർക്കാണോ സ്നേഹമുണ്ടായിരിക്കുന്നത് അവർ സദാ ശക്തിശാലിയായിരിക്കും. ബാപ്പ് അർത്ഥാത് മുരളീധർ സെ പ്രീത്ത് മാന മുരളി സെ പ്രീത്ത്. ബാബ എന്ന് പറഞ്ഞിരുന്ന മുരളീധരനാണ്. മുരളീധരൻ ജ്ഞാനമുരളി വായിച്ചു തരുന്നു. കൊണ്ട് മുരളീധരനോട് സ്നേഹം എന്ന് പറഞ്ഞിരുന്നാൽ അർത്ഥം മുരളിയോട് സ്നേഹം. നമുക്ക് സ്മാരകമായിരിക്കുന്ന കഥയിലേക്ക് പോവുകയാണെങ്കിലോ അല്ലേ, മുരളി, മുരളീധരൻ അല്ലേ, ഗോപികാ സ്ത്രീകളും ഗോപ്പന്മാരും എല്ലാവരും പോകും നൃത്തമാടാനും ആ ഒരു സംഗീതം കേൾക്കാൻ വേണ്ടി. അപ്പം നമുക്ക് എന്താണ് ഈ സമയത്ത് ഈശ്വരീയ ജ്ഞാനമുരളി. അപ്പോൾ ഈശ്വരീയ ജ്ഞാനമുരളി മുരളീധരനായ ബാബ അവരോട് സ്നേഹം. तो कितना भी कोई कहे कि मुझे बाप से प्यार है लेकिन पढ़ाई के लिए टाइम नहीं. ബാബ പറയുന്നു, ചില മക്കൾ ഇങ്ങനെ പറയും, എനിക്ക് ബാബയോട് അതീവ സ്നേഹമാണ്. ആർക്കാണ് സ്നേഹമില്ലാത്തത്? പക്ഷേ മുരളി ക്ലാസ് കേൾക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയും. ബാബ വിശ്വസിക്കുന്നില്ല. ബാബയോട് സ്നേഹമുണ്ടെങ്കിൽ മുരളിയോട് സ്നേഹം ഉണ്ടാവില്ലേ? ഇല്ലേ? അതുകൊണ്ട് മുരളി കേൾക്കാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പാടില്ല എന്നാണ്. പണ്ടെല്ലാം അങ്ങനെയായിരുന്നു. അനേകർ ഭാവനയുള്ളവർ ഇന്നും അതുപോലെ തന്നെ. മുരളി കേൾക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. നമുക്കങ്ങനെയല്ല, സമയം കിട്ടിയാൽ നോക്കാം സ്ഥൂലത്തെ എല്ലാം ഇല്ലേ. അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മുരളി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതാണ് ഞങ്ങളെ ഉയർത്തുന്നത്, ശക്തിശാലിയാക്കുന്നത്, ആത്മബലത്തെ വർദ്ധിപ്പിക്കുന്നത്, അവിനാശി ഭാഗ്യമുണ്ടാക്കിക്കുന്നത്. അപ്പോൾ മുരളിയോട് നമുക്ക് സ്നേഹം വളരെ ആവശ്യം. അതും സൗകര്യങ്ങൾ ബാബ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സംവിധാനം, വിജ്ഞാനത്തിൻ്റെ ഉപകരണങ്ങൾ നമുക്ക് വീട് വരെ മുരളി എത്തിക്കുന്നു. എങ്കിലും നാം ശ്രദ്ധിക്കുന്നുണ്ടോ? അന്തിമ സമയത്തിൻ്റെ സേവനം, വിജ്ഞാനവും നമുക്ക് സഹയോഗിക്കും. कितना भी कोई कहे मुझे बाप से प्यार है लेकिन पढ़ाई के लिए टाइम नहीं. ബാബ नहीं मानते. ബാബയോട് സ്നേഹമുണ്ട്, മുരളി പഠിക്കാൻ എനിക്ക് സമയമില്ല. ബാബ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ കളവാണ്, കാപട്യമാണ്. ജഹാ ലഗൻ ഹോത്തി ഹെ വഹാ കോയി വിഘൻ ടെഹർ നഹീ സക്ത. എവിടെയാണോ സ്നേഹമുണ്ടായിരിക്കുന്നത് അവിടെ വിഘ്നങ്ങൾ ഒരിക്കലും നിൽക്കില്ല. കാരണം പരമാത്മാവിനോടാണ് സ്നേഹം. അപ്പോൾ വിഘ്നങ്ങളൊന്നുമല്ല, തുച്ഛമായി പോകും. ഇനി കൂടുതൽ വിഘ്നങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്? സ്നേഹം കുറഞ്ഞത് കൊണ്ട്. സ്നേഹം പറ്റിപ്പോയി, അതാ സീറോ ആയി. पढ़ाई की प्रीति मुरली से प्रीत वाले विघ्नों को सहज पार कर लेते. പഠിത്തത്തിനോടുള്ള സ്നേഹം, മുരളിയോടുള്ള സ്നേഹമുള്ളവർ എളുപ്പത്തിൽ തന്നെ വിഘ്നങ്ങളെ അതിജീവിക്കും, തരണം ചെയ്യാൻ പറ്റും. ഇത് വലിയ ഒരു സംഭവമാണ്, സാധാരണ കാര്യമല്ല, ഇല്ലേ? ഉടുത്തി കലാദ്വാര സ്വയം ഊഞ്ചേ ഹോ ജാതി. അന്നേരം നിങ്ങളുടെ അവസ്ഥ ഉയരും. ഉയർന്ന കലയിലൂടെ സദാ നിങ്ങൾ ഉയർന്നു പോകും, ഉന്നതിയിലേക്ക് കയറും. അപ്പോൾ വിഘൻ നീച്ചേ രഹ് ജാത്തെ. അപ്പോൾ വിഘ്നങ്ങളെല്ലാം എന്തായി? താഴെയായി. അപ്പം ഞങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എത്ര വലിയ വലിയ സംഭവങ്ങളുണ്ടാവും, വലിയ വലിയ കെട്ടിടങ്ങൾ, കാര്യങ്ങൾ. യാത്ര ചെയ്യുന്ന യാത്രികർക്ക് എന്താണ്? അതെല്ലാം ഒരു ചെറുതായിട്ട് ഉറുമ്പ് പോലെയൊക്കെയാണ്. പല വിഘ്നങ്ങൾ നമുക്ക് ഹൈ സ്റ്റേജിലുണ്ടാകുമ്പോൾ എല്ലാം ചെറുതായിട്ട് നിസ്സാരമായിട്ടാണ് കാണുക. സംഗതി എത്ര എളുപ്പം വിഘ്നങ്ങളെ നേരിടാൻ വേണ്ടി. കുറച്ച് വെള്ളം വേണം. तो पढ़ाई की प्रीत मुरली से प्रीत वाले विघ्नों को सहज पार कर लेते. उड़ती कला द्वारा स्वयं ऊंचे हो जाते. विघ्न नीचे रह जाते. उड़ती कला वालों के लिए पहाड़ भी एक पत्थर समान है. പറക്കും കലയിൽ പറക്കുന്ന കുട്ടികൾക്ക് ബാബ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്? പർവ്വതവും കൂടി
ഒരു നിസ്സാരമായിരിക്കുന്ന കല്ലും പോലെയാണ്. രോമാഞ്ചമാകും ബാബയുടെ വാക്യങ്ങളെ കേൾക്കുമ്പോൾ. മനസ്സിലായില്ലേ? വലിയ വലിയ സംഭവങ്ങൾ, പരിതസ്ഥിതികൾ ഒരു കല്ല് പോലെ, പർവ്വത സമാനമായിരിക്കുന്ന വലിയ വലിയ സംഭവങ്ങൾ ഒരു കല്ല് പോലെയാണ്. पढ़ाई से प्रीत रखने वालों के लिए बहाना कोई नहीं होता. പഠിത്തത്തിനോട് സ്നേഹമുള്ളവർക്ക് യാതൊരു പ്രകാരത്തിലുള്ള ഒഴിവ് കഴിവ് ഉണ്ടാവില്ല. തിന്നാൻ സമയമുണ്ട്, ഉറങ്ങാൻ സമയമുണ്ട്, അവരെ കാണാൻ സമയമുണ്ട്, ഇത് ചെയ്യാൻ സമയമുണ്ട്. ഭഗവാന്റെ മഹാവാക്യമാകെ ഒരു അരമണിക്കൂർ കേൾക്കാനോ ഇത് ചെയ്യാനോ സമയമില്ല. എന്തൊരു നാണക്കേടുന്ന ബാപ്പറെ. ഞങ്ങൾ മുസ്ലിം സഹോദരന്മാരെ കാണുന്നില്ലേ? അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഹോദരന്മാരെ കാണുന്നില്ലേ? അവരെന്തെങ്കിലും ഒഴിവ് കഴിവുണ്ടോ അവർക്ക്? ഇല്ലല്ലോ. സമയത്തിൽ അവരെത്തുന്നില്ലേ? ഞങ്ങളെത്തുന്നുണ്ടോ? ഞങ്ങളോട് ചോദിക്കണം, മനസ്സിനോട് ചോദിക്കണം. പ്രീത് മുഷ്കിൽ കോ സഹജ് കർ ദേത്തി ഹെ. സ്നേഹം, പരമാത്മ സ്നേഹം, മുരളിയോടുള്ള സ്നേഹം പ്രയാസങ്ങളെയും കൂടി എളുപ്പമാക്കി മാറ്റിക്കളയും. സിസ്റ്റർ ഇതെടുത്തിട്ട് അവിടെ വെക്കണ്ട, അപ്പുറയിലെങ്കിലും വെച്ചു. അത് ഭോഗത്തിൻ്റെ ടേബിളല്ലേ, അവിടെ വെക്കാം. കൊണ്ട് എല്ലാവർക്കും മുരളിയോട് സ്നേഹമുണ്ടല്ലോ, മുരളീധരനോട് സ്നേഹമുണ്ടല്ലോ. അപ്പോൾ പരിതസ്ഥിതി ഒന്നുമല്ല. അതുകൊണ്ട് ബാബയുടെ മഹാവാക്യം കേട്ടിട്ട്, ഇതൊരു ശ്വാസമാണ്. അതുകൊണ്ട് ബാബയെ പ്രാണേശ്വരൻ എന്ന് പറയുന്നു. പ്രാണദാനം നൽകുന്ന ദിവസവും ഓക്സിജനാ തരുന്നത് ബാബ. ഇവിടത്തേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും വീട്ടിൽ ഇരുന്നു കൊണ്ട് അതേ ഭാവനയോടു കൂടി, അതേ ചിട്ടയോടും കൂടി നമുക്ക് മുരളി പഠിക്കണം. ഒരു അരമണിക്കൂറേ വേണ്ടു. ബാക്കി നമുക്ക് മുഴുവൻ ദിവസം 24 മണിക്കൂർ എന്തെല്ലാമാണ് നാം ചെയ്യുന്നത്, അതിലേക്ക് ശക്തിയായി, അതിലേക്ക് ബലമായി. एक मुरली से प्यार, पढ़ाई से प्यार और परिवार का प्यार किला बन जाता. ഒന്നാമത്തത് മുരളിയോടുള്ള സ്നേഹം, രണ്ടാമത്തത് പഠിത്തത്തിനോടുള്ള സ്നേഹം, പിന്നീട് മൂന്നാമത്തത് പരിവാരത്തിനോടുള്ള സ്നേഹം. ഇതൊരു കോട്ടയായി മാറുന്നു. രാജാക്കന്മാരുടെ കോട്ടയുണ്ട്, ഫോർട്ട്. ഞങ്ങളെ ലൈഫിന് സേഫാക്കി വയ്ക്കും. ഏതെല്ലാം പറയുമെന്ന്? ആരോടെല്ലാം സ്നേഹമാണ്? മുരളിയോടുള്ള സ്നേഹം, പഠിത്തത്തിനോടുള്ള സ്നേഹം, പരിവാരത്തിനോടുള്ള സ്നേഹം. കിലേ മേ രഹനെ വാലെ സേഫ് ഹോ ജാത്തെ. കോട്ടയുടെ ഉള്ളിൽ ജീവിക്കുന്നവർക്ക് സദാ സേഫാണ്, സേഫ്റ്റിയാണ്. ഇസ് ഗ്രൂപ്പ് കോ യേ ദോനോ വിശേഷത്തായെ ആകെ ബഡാ രഹെ. ഈ ഗ്രൂപ്പിന് 2 വിശേഷതകളും ഉണ്ട്. മുരളീധരനോട് സ്നേഹമുണ്ട്, മുരളിയോട് സ്നേഹമുണ്ട്. ഇതാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അഭിവൃദ്ധി. പഠായി और परिवार के प्यार कारण एक दो को प्यार से प्रभाव से समीप बना देते. പഠിത്തത്തിനോടും പരിവാരത്തിനോടും സ്നേഹമുണ്ടായിരിക്കുന്നതിൻ്റെ കാരണം പരസ്പരം സ്നേഹത്തിൻ്റെ പ്രഭാവത്തിലൂടെ അടുത്തടുത്തായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അനേക ആത്മാക്കൾക്ക് ബാബയുടേതാക്കി മാറ്റാനുള്ള വിശേഷ അവസരമായി മാറുന്നു. ഉണ്ട്, ബാബയോട് സ്നേഹമുണ്ട്, പഠിത്തത്തിനോട് സ്നേഹമുണ്ട്, പരിവാരത്തിനോട് സ്നേഹം. അപ്പം മറ്റുള്ള ആത്മാക്കളെ ബാബയുടെ കുട്ടികളാക്കി മാറ്റാൻ ഒരു വിശേഷ അവസരമാണിത്. और फिर നിമിത്ത ആത്മാ ബി പ്യാർ വാലി മിലി. ഇനി ബാബ പറയുന്നു ഹാംബർഗിൽ ആ സമയത്ത് പുഷ്പാൽ എന്നുള്ള ദീദിയാണ്. അവരും നല്ല സ്നേഹമുള്ള ഒരു ദീദി. ഇപ്പോൾ ഉണ്ടോ എന്തോ അറിയില്ല, പുഷ്പാൽ എന്നാണ്. അവരും നല്ല സ്നേഹമുള്ള ഒരു സഹോദരി ദീദിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സ്നേഹ ഭാഷാക്കോ ബി നഹി ദേഖ്ത. നിങ്ങൾക്ക് ഭാഷ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല, പഠിച്ചിട്ടില്ല, ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ റുഹാനി സ്നേഹം, പരമാത്മ സ്നേഹമുണ്ടെങ്കിൽ മതി.
നിങ്ങൾ പരമാത്മാവിൻ്റെ സ്നേഹത്തിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ നിങ്ങളെ നോക്കി മറ്റുള്ളവർ പഠിച്ചു പോയിക്കൊള്ളും. നിങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാനെ കാണും, ഭഗവാന്റെ മഹിമകളെ അവർ മനസ്സിലാക്കും. ഭഗവാന്റെ പഠിപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ നോക്കുമ്പോൾ മുഖത്തിലൂടെ മനസ്സിലാക്കും. അതുകൊണ്ട് ഭാഷയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ബാബ പറയുന്നത് സ്നേഹമാണ് പ്രധാനം. സ്നേഹിക്ക് ഭാഷ സഭി ഭാഷാവും സെ ശ്രേഷ്ഠ. സ്നേഹത്തിൻ്റെ ഭാഷ മറ്റെല്ലാ ഭാഷയേക്കാളും ശ്രേഷ്ഠമാണ്. ഇല്ല, എത്ര സുന്ദര ഭാഷ, മൗനഭാഷ. മൗനത്തിൻ്റെ ഭാഷ ശാന്തിയുടെ ഭാഷ, സ്നേഹത്തിൻ്റെ ഭാഷ ഗ്രേറ്റ്, എല്ലാ വിശേഷ ഭാഷയേക്കാളും വിശേഷമായിരിക്കും. और बाप दादा को भी याद है, अच्छा ही प्रत्यक्ष प्रमाण देख रहे. ബാബയ്ക്കും കൂടി ഓർമ്മയുണ്ട്. ഇപ്പോൾ ഏതെല്ലാം തരത്തിൽ മക്കൾ, ഭാഷ അറിയാതെ മക്കൾ എവിടെയെല്ലാം പോയിട്ട് സേവനം അനുഷ്ഠിച്ചു അല്ലേ. കൊണ്ട് ബാബ പറയുന്നു, ഇപ്പോൾ ഞങ്ങളുടെ കർണാടക സൗത്ത് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് ഭാഷ അറിയാതെ ഒരു ദാദിയാണ്. അതുകൊണ്ട് അവരുടെ പേരെന്തെന്നറിയാമോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? സൗത്ത് ഇന്ത്യയിലേക്ക് ജ്ഞാനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്ന ദാദി കേട്ടിട്ടുണ്ടോ? ഹൃദയ പുഷ്പ, ഹൃദയത്തിൽ പുഷ്പ. ആരുടെ ഹൃദയത്തിൽ? ഈശ്വരൻ്റെ, ബാബയുടെ ഹൃദയത്തിൽ. അതുകൊണ്ട് അവർക്ക് ഭാഷയൊന്നും അറിയില്ല, സ്ഥലം അറിയില്ല, ഭാഷയും അറിയില്ല. ബംഗളൂരാണ് ആദ്യം ബംഗളൂരിലേക്ക് വന്നത്. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ബാബ എന്നെ സേവനത്തിന് വേണ്ടി നിമിത്തമാക്കി അയച്ചിരിക്കുന്നു, എനിക്ക് ഡ്യൂട്ടി ഇതാണ്, ബാബയെ ഓർമ്മിക്കുക എന്നുള്ളത് മാത്രം. ആ സമയത്ത് ബാബയുടെ ഓർമ്മ ഭാഷയായി അനേക ആത്മാക്കൾക്ക് ജ്ഞാനത്തിൻ്റെ ജന്മം നൽകി. മനസ്സിലായില്ലേ? അങ്ങനെ പിന്നീടാണ് റോസിബേൻ. റോസിബേൻക്കെല്ലാം ജന്മദാത്തയാണ് ഹൃദയപുഷ്പ മാതാജി. അങ്ങനെ ട്രാൻഡൂർ തിരുവനന്തപുരം ഉണ്ടല്ലോ, അവിടെ വരെ എത്തിയിട്ടുണ്ട് ഞങ്ങളെ ദാദി. കണ്ണൂരും വന്നിട്ടുണ്ട്, എല്ലായിടത്തേക്കും പോയിട്ടുണ്ട്. പക്ഷെ ഇന്നറിയില്ല അല്ലേ. അവർ വേറെ ശരീരം ഉപേക്ഷിച്ച് വേറെ ശരീരത്തിലുണ്ട്, ബാബയുടെ മംഗളകാര്യത്തിന് വേണ്ടി നിമിത്തരായിരിക്കും. അഡ്വാൻസ് പാർട്ടി അഥവാ വേറെ ഇനി ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കും. സേവാക്ക് വൃദ്ധി ഹോ രഹി ഹേന, സേവാഭിവൃദ്ധി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ജാനകി ദാദി എങ്ങനെയാണ് പോയേ? ഇംഗ്ലീഷ് മനസ്സിലാക്കിയിട്ടാണോ? കുറേ പഠിച്ചിട്ടാണോ? മാസ്റ്റർ ഡിഗ്രി നേടിയിട്ടാണോ? എങ്ങനെ പോയി? വിശ്വമാതാവായില്ലേ? എങ്ങനെയാണ്? പരമാത്മ സ്നേഹത്തിലൂടെ. जितना वृद्धि करते रहेंगे उतना महान पुण्यात्मा बनने का फल सर्व की आशीर्वाद प्राप्त होती रहेगी. എത്രമാത്രം നിങ്ങൾ ബാബ പറയുന്നു അഭിവൃദ്ധിയാകുന്നുവോ അത്രയും നിങ്ങൾ മഹാൻ പുണ്യാത്മാക്കളാകാനുള്ള എല്ലാ ഫലങ്ങളായിട്ട് നിങ്ങൾക്ക് വരുന്നു സർവരുടെ ആശീർവാദം. കൊണ്ട് സർവരുടെ ആശീർവാദങ്ങൾ എവിടെയാണോ, നിങ്ങൾ ചെറിയ ഒരു സംഭവം ചെയ്താൽ മതി, അതിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകും. ആശീർവാദങ്ങളില്ല എങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ആരുടേത് ആശീർവാദം? പരമാത്മ ആശീർവാദം. പരമാത്മ ആശീർവാദ പ്രാപ്തമാകണമെങ്കിൽ എന്ത് ചെയ്യണം? പരമാത്മാവിനോട് സ്നേഹം, പരമാത്മാവിൻ്റെ മഹാവാക്യത്തിനോട് സ്നേഹം, പരമാത്മാവിൻ്റെ സേവനത്തിനോട് സ്നേഹം. നാലാമത്തത് പരമാത്മാ പരിവാരത്തിനോടുള്ള സ്നേഹം. പുണ്യാത്മാ ഹി പൂജ്യ ആത്മാ ബന്തി ഹെ. അങ്ങനെ ബാബ പറയുന്നു, ആശീർവാദങ്ങൾ പ്രാപ്തമായപ്പോൾ അവർ ആരായി മാറുന്നു? പുണ്യാത്മാക്കൾ. ആരാണോ പുണ്യാത്മാക്കളാകുന്നത് അവർ തന്നെയാണ് പൂജ്യാത്മാക്കളായി മാറുന്നത്. പൂജ്യർ എവിടെയുണ്ടാവുക? ഏത് സമയത്തിലാണ് പൂജ്യരുണ്ടാവുക? സത്യുഗത്തിലാണ് പൂജ്യ പാവനാത്മാക്കൾ. ആശീർവാദങ്ങളിലൂടെ പാവനാവസ്ഥ നേടിയവർ. अभी पुण्यात्मा नहीं तो भविष्य में पूज्यात्मा नहीं बन सकते.
ഇപ്പോഴും നിങ്ങൾ ധാരാളം കുട്ടികളുടെ ആശീർവാദം നേടിയില്ല എങ്കിൽ പുണ്യാത്മാവാകാൻ പറ്റില്ല. പുണ്യാത്മാവായില്ല എങ്കിൽ ഭാവിയിൽ ദേവാത്മാവാകാൻ പറ്റില്ല, ദേവകുലത്തിൽ വരാൻ കഴിയില്ല. അപ്പം നമുക്ക് പുണ്യാത്മാക്കളാവുക തന്നെ വേണം. പുണ്യാത്മാക്കളാകണമെങ്കിൽ ബാബയെ ഓർമ്മിക്കണം. യോഗബലത്തിലൂടെ ബാബയുടെ ആശീർവാദങ്ങൾ. പുണ്യാത്മാ ബന്ന ജറൂരി ഹേ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, പുണ്യാത്മാക്കളാകേണ്ടത് അത്യാവശ്യമാണ്. അച്ഛാ, ബാബ ഒരു ചോദ്യം ചോദിക്കുന്നു. ലാസ്റ്റ് മതിയല്ലേ? ക്ലാസ് കഴിഞ്ഞു, മുരളി ക്ലാസ് കഴിഞ്ഞു. ചോദ്യോത്തരമുണ്ട്. എന്താ പറയുക? ചോദ്യോത്തരം എല്ലാവർക്കും ഇരിക്കാൻ പറ്റുമോ? 9 മണി വരെ? എന്നാൽ വായിക്കട്ടെ അല്ലേ? ഇത് ആവുന്നുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ. ಅವ್ಯಕ್ತ ಮುರಳಿಯೋಂ ಸೆ ಚುನೆ ಹುಯೆ ಪ್ರಶ್ನ ಉತ್ತರ. ಅವ್ಯಕ್ತ മുരളി, അനേക ധാരാളം മുരളി ഉണ്ടല്ലോ, ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന വിശേഷ മഹാവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ചോദ്യങ്ങളെ എടുത്ത് ചോദ്യവും അതിൻ്റെ ഉത്തരവും നൽകിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ചോദ്യം ഞാൻ വായിക്കട്ടെ, ഉത്തരം നിങ്ങളല്ല പറയില്ലേ? ഉത്തരം പറയൂലേ? കേട്ടില്ലേ മുരളി? ബ്രാഹ്മണ ജീവൻ കാ വിശേഷ ഗുണ ശൃംഗാർ അഥവാ ഖജാന കംസ. ഒന്നാം ചോദ്യം ഇതാണ്, ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷമായിരിക്കുന്ന ഗുണമെന്ത്? രണ്ടാമത്തത് ശൃംഗാരം അഥവാ ഖജനാവ്, സമ്പത്ത് എന്തായിരിക്കും? സിമ്പിൾ ഉത്തരല്ലേ? പറയാൻ പറ്റൂലേ? പറയൂ. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷ ഗുണം പവിത്രത, സന്തോഷം. ശൃംഗാരം, ഖജനാവ്, നിധി എന്താണ് നോക്കാം നമുക്ക്. ഉത്തർ സന്തുഷ്ടത. പൊതുവെ എല്ലാവരുടേത് വന്ന തരത്തിൽ സന്തുഷ്ടതയാണ്. जैसे कोई प्रिय वस्तु होती है तो प्रिय वस्तु को कभी छोड़ते नहीं. പ്രിയമുള്ള സാധനം എന്തോ അതിനെ ഒരിക്കലും ആരും ഉപേക്ഷിക്കില്ല. ഇഷ്ടമുള്ള സാധനം അതിനെ സൂക്ഷിച്ച് വയ്ക്കും, ഹൃദയത്തിൽ വയ്ക്കും, പേഴ്സിൽ വയ്ക്കും, ഇല്ലേ? അതേതാണ് സന്തുഷ്ടത. संतुष्टता विशेषता है, ब्राह्मण जीवन के परिवर्तन का विशेष दर्पण है. സന്തുഷ്ടത വിശേഷതയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ വിശേഷ ദർപ്പണ കണ്ണാടിയാണ്. കണ്ണാടിയിൽ ഞങ്ങൾ മുഖം നോക്കുമ്പോൾ മനസ്സിലാവില്ല എന്താണ് ലോപദോഷങ്ങളാണ്. അപ്പോൾ അത് ശരിയാക്കും. കൊണ്ട് എല്ലാവരും കണ്ണാടിയുടെ മുന്നിലാണ് പോകുന്നത്. അല്ല, എവിടെയെങ്കിലും പോകുമ്പോൾ അലങ്കാരം എല്ലാം ചെയ്ത് ബാബ പറയുന്നു, സന്തുഷ്ടത പരിവർത്തനത്തിൻ്റെ വിശേഷ ദർപ്പണം ബ്രാഹ്മണ ജീവിതത്തിൻ്റെ. ജഹാ സന്തുഷ്ടത ഹേ വഹാ ഖുഷി ജറൂർ. എവിടെയാണോ സന്തുഷ്ടതയുണ്ടായിരിക്കുന്നത് അവിടെ സന്തോഷം ഉറപ്പാണ്, ഖുഷി ഉറപ്പാണ്. यदि ब्राह्मण जीवन में संतुष्टता नहीं तो वह साधारण जीवन. ഒരു പക്ഷേ ബ്രാഹ്മണ ജീവിതത്തിൽ സന്തുഷ്ടതയില്ല എങ്കിൽ സാധാരണയായിരിക്കും. അയ്യോ എന്നുള്ള ജീവിതം. അപ്പം നമുക്ക് അയ്യോ അല്ല, ഇനി എന്താ വേണ്ടത്? ഏതരത്തിലാണ്? ഹായ് ബാബ വിശേഷമാണ്, ബാബാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സന്തോഷത്തിലിങ്ങനെ ഹായ് വിശേഷം. ഇനിയൊരു ചോദ്യം, സന്തുഷ്ടമണിയോ കി വിശേഷത്തായേക്കാ? ഇപ്പം നിങ്ങളെല്ലാവരും സന്തുഷ്ടമണികളായില്ലേ? സന്തുഷ്ടമണികളുടെ വിശേഷതകൾ എന്ത്? അപ്പം നിങ്ങളെല്ലാവർക്കും സന്തുഷ്ടത്തെ വന്നു. അപ്പം നിങ്ങളുടെ വിശേഷത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എന്തായിരിക്കുന്നു? സന്തുഷ്ടമണി ആണല്ലോ. എന്താണ് വിശേഷത? संतुष्ट मणिया कभी किसी भी कारण से स्वयं से
अन्य आत्माओं से, अपने संस्कारों से, वायुमंडल के प्रभाव से असंतुष्ट नहीं हो सकते. സന്തുഷ്ടമണികൾ ഒരിക്കലും യാതൊരു കാരണത്താൽ സ്വയത്തിനോടും അന്യ ആത്മാക്കളോടും തൻ്റെ സ്വഭാവ സംസ്കാരങ്ങളോടും വായുമണ്ഡലത്തിൻ്റെ പ്രഭാവത്തിനോടും അസന്തുഷ്ടരാകാൻ സാധ്യമല്ല. ഇതൊന്നും ഇവരെ ബാധിക്കുന്നില്ല. മനസ്സിലായില്ലേ? वे ऐसे कभी नहीं कहेंगी कि हम तो संतुष्ट है लेकिन दूसरे असंतुष्ट करते. ഇവർ ഒരിക്കലും ഈ തരത്തിൽ പറയാൻ നിൽക്കില്ല. എന്താണ്? ഞാൻ സദാ സന്തുഷ്ടനാണ്, പക്ഷേ മറ്റുള്ളവർ എന്നെ എന്താണ് തെറ്റിക്കുന്നത്, അസന്തുഷ്ടമാക്കുന്നത്, ഓരോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്നെ അതൃപ്തമാക്കുന്നത്. ഞാൻ ശരിക്കും സന്തുഷ്ടമണി തന്നെ. സന്തുഷ്ടമണി ആർക്കെങ്കിലും തെറ്റിക്കാൻ പറ്റുമോ? ഇല്ലേ? കുച്ച് ഭി ഹോ ജായേ സന്തുഷ്ടമണിയാ അപ്പനെ സന്തുഷ്ടതാ കി വിശേഷതാ കോ ഛോഡ് നഹീ സക്തി. എന്ത് സംഭവിച്ചിരുന്നാലും സന്തുഷ്ടമണികൾ സ്വന്തം സന്തുഷ്ടതയുടെ വിശേഷതയെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അവർ അതേ സ്റ്റേജിലിരിക്കും. പരീക്ഷണങ്ങളൊന്നും ഇവരെ ബാധിക്കുന്നില്ല. സത്യ ഹരിശ്ചന്ദ്രൻ്റെ പോലെയാണ് ഇവരുടെ കാര്യം. ഹരിശ്ചന്ദ്രന് എത്രയെല്ലാം സത്യപരീക്ഷണങ്ങൾ വന്നു ഇല്ലേ? അതുകൊണ്ടല്ലേ സത്യ ഹരിശ്ചന്ദ്രനായിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം. जो सदा संतुष्ट रहते हैं उनकी निशानियाँ क्या होंगी? ഇതിനേക്കാൾ ഉപരിയായിരിക്കുന്ന ഒരു ചോദ്യം. സന്തുഷ്ടമണികളായി സന്തുഷ്ടർ ഒരിക്കലും അസന്തുഷ്ടരാകുന്നില്ല എന്നുള്ളത് ഉറപ്പായി. ഇപ്പം മൂന്നാമത്തെ ചോദ്യം എന്താണ്? സദാ ആരാണ് സന്തുഷ്ടരായിരിക്കുന്നത്? അവരുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? ഇപ്പം 3, 4, 5 ലക്ഷണങ്ങളുണ്ട്. 5-6 ലക്ഷണങ്ങൾ. ഒന്നാമത്തെ ലക്ഷണം ഇതാണ്. ജോ സദാ സന്തുഷ്ട രഹത്ത ഉസ്കെ പ്രതി സ്വതഃ സബീ കാ സ്നേഹ രഹത്ത. ആരാണോ സദാ സന്തുഷ്ടരായിരിക്കുന്നത് അവരുടെ പ്രതി സ്വതവേ സർവരുടെയും സ്നേഹമുണ്ടായിരിക്കും. സന്തുഷ്ടരായിരിക്കുന്നവരെ നോക്കി മറ്റെല്ലാവരും ഇവരെ നോക്കിയിട്ട് ഇവരെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. സർവരുടെ സ്നേഹം ഇവർക്ക് വേണ്ടിയിട്ടുണ്ടാകും. क्योंकि संतुष्टता ब्राह्मण परिवार का स्नेही बना देती. എന്തുകൊണ്ടെന്നാൽ സന്തുഷ്ടത ബ്രാഹ്മണ പരിവാരത്തിൻ്റെ സ്നേഹിയാക്കി മാറ്റുന്നു. ഇനി രണ്ടാമത്തെ ലക്ഷണം. संतुष्ट आत्मा को सभी स्वयं ही समीप लाने अथवा हर श्रेष्ठ कार्य में सहयोगी बनाने का प्रयत्न करेंगे. സന്തുഷ്ട ആത്മാക്കളെ സർവരും സ്വയത്തെ സമീപത്തിലേക്ക് കൊണ്ടുവർത്തിക്കാനും ശ്രേഷ്ഠ കർമ്മത്തിൽ സഹയോഗിയാക്കാനും പരിശ്രമം നടത്തും. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവരെപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു, സന്തുഷ്ടതയിലാണ്. അപ്പോൾ അവരോട് എല്ലാവർക്കും സംസാരിക്കാനോ സമീപം കൊണ്ടുവർത്തിക്കാനോ അവർ ചെയ്യുന്ന സേവനത്തിന് കർമ്മത്തിൽ ഇവർ സഹയോഗിയാകാനോ ഇവരെ സഹയോഗിയാക്കി കൊണ്ടുപോകാനും ഇഷ്ടപ്പെടും. എന്തുകൊണ്ട്? സന്തുഷ്ടരാണ്. ഇനി അടുത്തത്. संतुष्टता की विशेषता स्वयं ही हर कार्य में गोल्डन चांसलर बना देती. സന്തുഷ്ടതയുടെ വിശേഷതയുണ്ടെങ്കിൽ സ്വയമിനെ എല്ലാ കാര്യത്തിലും ഇവർ അവസരം വർത്തിക്കേണ്ട ആവശ്യമില്ല, ഗോൾഡൻ ചാൻസലറാക്കി മാറ്റിക്കളയും. ഇവരെ വിളിച്ചുകൊണ്ടേയിരിക്കും എല്ലാവരും. എന്തുകൊണ്ട്? സ്വയം സന്തുഷ്ടമണി. സന്തുഷ്ടമണിയുടെ വിശേഷത ഇതാണ്. ഗോൾഡൻ ചാൻസലറാക്കിക്കളയും. ഗോൾഡൻ ചാൻസലറാണ് വിശേഷം. ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, എന്നെ വിളിക്കട്ടെ, എന്നെ ക്ഷണിക്കട്ടെ. ഇവർക്ക് ക്ഷണം വന്നുകൊണ്ടേയിരിക്കും സേവനത്തിന് വേണ്ടി ഇല്ലേ? ഞങ്ങളുടെ സ്വാമിഭായിയുടെ തരത്ത് നിൽക്കാൻ വിടണ്ടേ ഇല്ലേ? उन्हें कहना अथवा सोचना भी नहीं पड़ता. അവർക്കൊന്ന് പറയേണ്ട ആവശ്യമില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് സേവനമില്ലല്ലോ, അതില്ലല്ലോ, ഇതില്ലല്ലോ, എന്താ ചെയ്യേണ്ടത്?
ഇവരാരാണ്? ഗോൾഡൻ ചാൻസലർ. അടുത്ത നാലാമത്തെ വിശേഷത്തെയാണ് संतुष्टता सदा सर्व के स्वभाव संस्कार को मिलाने वाली होती है. സന്തുഷ്ടത സദാ സർവരുടെ സ്വഭാവ സംസ്കാരങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള നിമിത്തരായിരിക്കും. കാരണം ഇവർ സന്തുഷ്ടരാണ്. എന്തെങ്കിലും വ്യത്യാസ കാര്യങ്ങളുണ്ടെങ്കിൽ, ഇവരുടെ സ്വഭാവ സംസ്കാരങ്ങളുടെ തെറ്റുണ്ടെങ്കിൽ, ലോപദോഷങ്ങളുണ്ടെങ്കിൽ ശരിയാക്കി മാറ്റുന്ന കഴിവില്ല. वह कभी किसी के स्वभाव संस्कार से घबराने वाले नहीं होते. ഇവർ അഡ്ജസ്റ്റാണ്, മറ്റുള്ളവരെ അഡ്ജസ്റ്റ് ചെയ്ത് നടത്തിക്കൊണ്ടു പോകും. ഒരിക്കലും ഇവർ സ്വഭാവ സംസ്കാരങ്ങളുടെ സംഘർഷം കൊണ്ടോ അതോ മറ്റുള്ളവരുടെ പെരുമാറ്റം കൊണ്ടോ ഭയക്കുന്നവരല്ല, പേടിക്കില്ല. ഇല്ലേ? എല്ലാ വിശേഷതകളുണ്ട് അല്ലേ എല്ലാവരും. അഞ്ചാമത്തത് ഉനസെ സഭി കാ സ്വതഹ ദിൽ കാ പ്യാർ ഹോത്ത. ആരാണ് സന്തുഷ്ടമണിയായിരിക്കുന്നത്? സർവർക്കും ഇവരോട് ഹൃദയത്തിൻ്റെ സ്നേഹമുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ പേര് പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടം. വഹ് പ്യാർ ലേനേക്കെ പാത്ര ഹോത്തി. അവർ സ്നേഹം നേടാനുള്ള യോഗ്യരായിരിക്കും, പാത്രരായിരിക്കും. സന്തുഷ്ടത ഹി ഉസ് ആത്മാക്കി പെഹച്ചാൻ ദിലാത്തി. ഇവരാരാണ്? പറയേണ്ട ആവശ്യമില്ല, ചോദിക്കേണ്ട ആവശ്യവുമില്ല. അവരുടെ മുഖത്തിൻ്റെ സന്തുഷ്ടത്തെ തന്നെയാണ് അവരുടെ പരിചയം നൽകും ആരാണെന്ന്. ഇല്ലേ? ഹർ ഏക് കി ദിൽ ഹോങ്കി ഇനിസെ ബാത്ത് കരേ ഇനിസെ ബൈറ്റേ. എല്ലാവർക്കും ഈ ഒരു ഭാവനയാണ്, ഹൃദയത്തിൻ്റെ ഭാവനയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവരോടൊന്ന് ഞാൻ സംസാരിക്കണം, ഇവരോടൊന്ന് കുറച്ചവർ 5 മിനിറ്റ് ഇരിക്കണം. ഈ ആഗ്രഹം ഉണ്ടാകും, ഹൃദയത്തിൻ്റെ ആഗ്രഹം. സന്തുഷ്ടമണിയോട് ഞാൻ ഒരു 5 മിനിറ്റ് സംസാരിക്കട്ടെ, സന്തുഷ്ടമണിയായിരിക്കുന്ന ഇവരോട് ഒരു 5 മിനിറ്റ് ഇരുന്ന് ആ വൈബ്രേഷൻ ഒന്ന് സ്വീകരിക്കട്ടെ. തോന്നിപ്പോയില്ലേ? ആറാമത്തത് സന്തുഷ്ട ആത്മായെ സദാ മായാജീത്. സന്തുഷ്ടരായിരിക്കുന്ന ആത്മാക്കൾ സദാ 5 വികാരങ്ങളിൽ വിജയം നേടിയിരിക്കുന്നവരാണ്. ഒന്നും ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് ഇവർ മായാജീതരായി? ക്യോങ്കി ആജ്ഞാകാരി ഹെ. ബാബ എന്താണോ ആജ്ഞയെ കൊടുക്കുന്നത് അതിനനുസരിച്ച് നടക്കുന്ന ആജ്ഞാകാരി. അതുകൊണ്ട് ഇവർ മായാജീത്. ലക്ഷ്മണരേഖ കിടക്കുന്നില്ലല്ലോ, പുറത്തേക്ക് വെക്കുന്നില്ല കാല്. ബുദ്ധി മനസ്സിൻ്റെ കാല് ലക്ഷ്മണരേഖയിൽ പുറത്തേക്ക് പോയില്ല, ആജ്ഞയുടെ ഉള്ളിലാണ്. സദാ മര്യാദാക്കി ലക്കീർക്കെ അന്തരേത്ത്. മര്യാദയുടെ രേഖയുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. മായാക്കോ ദൂരസേ ഹി പെഹചാൻ ലേത്തെ. മായയെ ദൂരത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയാനുള്ള കഴിവുള്ളവർ. സീതയെ പോലെ ആവില്ല. സീതയ്ക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിട്ടില്ലല്ലോ, കഥയിൽ കേട്ട സീതയുടെ വിഷയം. അതുകൊണ്ടല്ലേ രാവണന് മോഷ്ടിച്ചു കൊണ്ടുപോയത് അല്ലേ? അങ്ങനെ ബാബ പറയുന്നു, സന്തുഷ്ടമണികളായിരിക്കുന്നവർക്ക് മായയെ ദൂരത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയാനുള്ള കഴിവ് കൊണ്ട് ഇവർക്കുള്ള സേഫ്റ്റി ഇവരാക്കിക്കൊള്ളും. ഇനി ഒരു ചോദ്യം, यदि समय पर माया को पहचान नहीं पाते, बार बार धोखा खा लेते, तो उसका कारण क्या? സമയത്തിൽ മായയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഇടയ്ക്കിടെ ചതിവിലാവുകയാണെങ്കിൽ എന്തോ ഒരു കാരണമുള്ളൂ. ഈ കാരണം എന്താണ്? സമയത്തിൽ മായയെ തിരിച്ചറിയാൻ പറ്റില്ല എങ്കിൽ, ഇടയ്ക്കിടെ ചതിവിലാവുകയാണെങ്കിൽ ഇതിൻ്റെ കാരണം എന്ത്? തിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു മൃഗം വന്നുകൊണ്ടിരിക്കുകയാണ്, പുലി അഥവാ സിംഹം. സിംഹമാ വരുന്നത്, സിംഹം വന്ന് പ്രവേശിച്ചു, തിരിച്ചറിയാനുള്ള കഴിവ് വേണ്ടേ? അപ്പോൾ അത് നമുക്ക് എന്താ വേണ്ടത്? വാതിലടച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാം, അത് പോയിക്കൊള്ളുന്നു. കഴിഞ്ഞില്ല എങ്കിലോ ഇതിൻ്റെ കാരണം എന്താണ്?
पहचान कम होने का कारण, उत्तर, पहचान कम होने का कारण सदा बाबा की ശ്രേഷ്ഠ മത് पर नहीं चलते. തിരിച്ചറിയാനുള്ള കാരണം ഇല്ലാതിരിക്കുന്നത് സദാ ബാബയുടെ ശ്രേഷ്ഠ മതമനുസരിച്ച് നടക്കാത്തത് കൊണ്ട്, ആജ്ഞാകാരി ആവാത്തത് കൊണ്ട്. पहचान कम होने का कारण सदा बाबा की श्रेष्ठ मत पर नहीं चलते. कोई समय चलते, कोई समय नहीं चलते. പറഞ്ഞില്ലേ സ്നേഹി മക്കൾ ആ തരത്തിലായി. ചില സമയത്ത് ആജ്ഞ അനുസരിച്ച് നടക്കും, ചില സമയത്ത് നടക്കില്ല. कोई समय याद करते, कोई समय नहीं. ചില സമയത്ത് ബാബയെ നല്ല തരത്തിൽ ഓർമ്മിക്കും, ഇനി ചില സമയത്ത് ഈശ്വരൻ്റെ ഓർമ്മയില്ല, ഒരു ഓർമ്മയോ ആരുടേതോ ഓർമ്മയില്ല, അല്ലേ? कोई समय उमंग उत्साह में रहेंगे, कोई समय नहीं. ചില സമയത്ത് ഉണർവ് ഉത്സാഹത്തിൽ ഇരിക്കും, ചില സമയത്ത് ഉണർവില്ല, ഉത്സാഹവും ഇല്ല. सदा आज्ञा की लकीर के अंदर नहीं रहते, इसलिए माया समय पर धोखा दे देती. സദാ ആജ്ഞയുടെ രേഖയുടെ ഉള്ളിലിരിക്കാത്തത് കൊണ്ട് മായ സമയത്തിൽ ഇവരെ ചതിക്കും. ആജ്ഞയുടെ രേഖയുടെ ഉള്ളിൽ ഇരിക്കാത്തതിൻ്റെ കാരണം മായ സമയത്തിൽ ഇവരെ ചതിക്കും, ഉറപ്പാണ്. माया से परखने की शक्ति बहुत है. माया देखती है कि इस समय ये कमज़ोर है, तो उस कमजोरी द्वारा अपना बना देती. മായക്കുണ്ടല്ലോ തിരിച്ചറിയാനുള്ള ശക്തി ധാരാളമാണ്. ഇപ്പോൾ ഈ ആത്മാക്കളെല്ലാം ഇങ്ങനെ നോക്കിയപ്പോൾ വിചാരിക്കും ഇവർ സന്തുഷ്ടമണിയല്ല, ഇവർ വീക്ക് സോലാണ്, ഇവർ ബലഹീനരാണ്. അപ്പോൾ ബലഹീനരായപ്പോൾ ആ ബലഹീനതയെ മുന്നിൽ വെച്ചുകൊണ്ട് മുതലാക്കാൻ നോക്കുമായി, തൻ്റേതാക്കിക്കളി, ഫ്രണ്ടാക്കിക്കളി. മനസ്സിലായില്ലേ? മായയുടെ ശക്തി കണ്ട എന്താണ് ചെയ്യുന്നത്? വീക്കായിരിക്കുന്ന ആത്മാക്കളെ വീക്ക്നെസ്സിലൂടെ സ്വന്തമാക്കി അത് കൈകാര്യം ചെയ്യും, മുതലാക്കിക്കളി. മായക്ക് ആനേക്ക രാസ്ത കമചോരി. അപ്പോൾ മായ എങ്ങനെയാണ് വരുക? മായ വരാനുള്ള വഴി ബലഹീനതയാണ്, ദുർബലതയാണ്. ലാസ്റ്റ് ചോദ്യം, മായാജീത്ത് बनने का सहज साधन कौन सा? മായാജീതരാകാനുള്ള ഇത്രയും മായയുടെ വിഷയം, സന്തുഷ്ടമണികൾ, എല്ലാ കാര്യങ്ങളെ ബാബ സൂചിപ്പിച്ചു. അപ്പം മായാജീത്ത്, മായ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? എന്ത് ചെയ്യുക? ശ്രീമത്ത് पर चलना. सदा बाप के साथ रहो, साथ रहना अर्थात सर्व मर्यादाओं की लकीर के अंदर रहना. സദാ ബാബയോടൊപ്പം ഇരിക്കുക, ബാബയെ കൂടെ വയ്ക്കുക. ബാബാക്കെ സാത്ത് രഹോ, ബാബയുടെ കൂടെ ഇരിക്കുക, ബാബയെ കൂടെ വയ്ക്കുക. ഇതിൻ്റെ അർത്ഥമാണ് മര്യാദകളുടെ രേഖയുടെ ഉള്ളിൽ സദാ ഇരിക്കുക. ഈശ്വരീയ നിയമ മര്യാദ ഏതാണോ, ലോസ് അഥവാ നിയമങ്ങൾ, ശ്രീമതത്തിൻ്റെ രേഖയുടെ ഉള്ളിലേക്ക് ഇരിക്കും. फिर एक एक विकार के पीछे विजयी बनने की मेहनत करने से छूट जाएंगे. അപ്പോൾ നിങ്ങൾ മര്യാദ ശ്രീമതമാകുന്ന രേഖയുടെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ ഓരോ വികാരത്തിൻ്റെ പിന്നാലെ പോയി, കാമത്തെ ഞങ്ങൾ നശിപ്പിച്ചു, ക്രോധത്തെ നശിപ്പിച്ചു, ഓരോന്നായിട്ട് ഞങ്ങൾ ഒന്നൊന്നിനെ പിടിച്ച് അതിലേക്ക് വേണ്ടി മെനക്കെടേണ്ട ആവശ്യം വരുന്നില്ല. മൊത്തം എല്ലാം നശിച്ചു പോകും. എപ്പോഴാണ് നിങ്ങൾ രേഖയുടെ ഉള്ളിൽ സേഫ്റ്റി ആയിട്ട് ഇരുന്നാൽ മതി, കിടക്കാതിരുന്നാൽ മതി. സാത്ത് രഹോ तो जैसा बाप वैसे आप. നിങ്ങൾ സദാ ബാബയുമായി ഒരുമിച്ചിരുന്നാൽ മതി, ബാബയുടെ കൂടെ ഇരുന്നാൽ മതി. അപ്പോൾ ബാബ ഏതുപോലെയാണോ അതുപോലെ താങ്കളും കൂടി ഉണ്ടാകും. സംഘ് കാ രംഗ് സ്വതഹ ലഗ് ജായേഗ. അപ്പോൾ സംഘത്തിൻ്റെ നിറം
സംഘത്തിൻ്റെ പ്രഭാവം സ്വതവേ ഉണ്ടാകും. മനുഷ്യ സംഘത്തിലേക്ക് പോയാൽ മനുഷ്യരുടെ പ്രഭാവം, ബാബയുടെ സംഘത്തിൽ ഇരിക്കുകയാണെങ്കിൽ ബാബയുടെ പ്രഭാവം. അപ്പോൾ ഏത് സംഘത്തിലാണ് ഞങ്ങൾ ഇരിക്കേണ്ടത്? ഗുഡ് കമ്പനി ഏതാണ്? ഗോഡ്സ് കമ്പനിയാണ്, ഈശ്വരൻ്റെ കമ്പനി. ഈ സമയത്ത് നമുക്ക് ഈശ്വരൻ്റെ കമ്പനിയുടെ മൊത്ത ലാഭം എടുക്കണം. ഇതാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. സദാ വിജയ്. ബാബ പറയുന്നു, ആജ് കാമജീത്ത് കൽ ക്രോധജീത്ത് ബൻഗേ ഐസാനെ. അപ്പം ഇങ്ങനെ ഓരോന്നിനെ പിടിച്ച് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇന്ന് കാമജീത്ത്, കാമത്തെ ജയിക്കുന്നവരായി ഒന്ന് മാത്രം. നാളെ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ക്രോധത്തെ ജയിക്കുക. ഇനി അടുത്ത ദിവസം മോഹത്തെ ജയിക്കുക. അങ്ങനെയൊന്നും വേണ്ട, മൊത്തം എല്ലാം ഭസ്മമായിക്കോളും. ഓരോ കച്ചറ ഓരോ ഇതുണ്ടല്ലോ, ഞങ്ങൾ കൂട്ടി അടിച്ചു വാരിയിട്ട് തൂത്തുവാരി ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് കത്തിക്കുന്ന മൊത്തമായിട്ടല്ലേ കൊണ്ട് നിങ്ങൾ നിയമത്തിൻ്റെ ബാബയുടെ ശ്രീമത്തത്തിൻ്റെ രേഖയുടെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ എല്ലാ വികാരങ്ങളും അവിടെ കത്തി ഭസ്മമാക്കും. ഉസ് ബീജ് സേ അംശ് ബി നഹി നിക്കൽ സക്ത. ബാബ പറയുന്നു, ആ മായയുടെ വിത്തിലൂടെ ഇനി യാതൊരു അംശം പോലും ബാക്കിയാവാൻ അവശേഷിക്കാൻ സാധ്യമല്ല. മൊത്തം കത്തി ഭസ്മമായി വികർമ്മ ജീതരാക്കും. കൊണ്ട് മനസ്സിലായില്ലേ? സിർഫ് ബീജരൂപ് കോ സാത്ത് രഖോ. യുക്തി ഇതാണ്, സിർഫ് ബീജരൂപ് കോ സാത്ത് രഖോ तो माया का बीज ऐसे भस्म हो जाएगा जो फिर कभी भी उस बीज से अंश भी नहीं निकल सकता. ബീജരൂപനായ ബാബയെ കൂടെ വെക്കുകയാണെങ്കിൽ, ഹൃദയത്തിൽ വെക്കുകയാണെങ്കിൽ മായയുടെ വിത്ത് ഈ തരത്തിൽ ഭസ്മമായി പോകൂ. ആ വിത്തിലൂടെ ഒരിക്കലും ആ വിത്ത് മുളച്ച് പിന്നെയും ചെടിയായി വളരാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അത്രയും സുഖമുണ്ടാകൂ. പിന്നീട് എല്ലാ പ്രകാരത്തിലും നമുക്ക് പരിശുദ്ധതയുണ്ടാകും. ഇപ്പോൾ ഞങ്ങൾ ചുട്ട് കഴിഞ്ഞാൽ അഥവാ കത്തി ഞങ്ങൾ തീയിലിട്ടത് വിത്ത് അത് പിന്നെ എങ്ങനെ മുളച്ച് വരുക? ഇല്ല അല്ലേ? അതുകൊണ്ട് ശ്രീമതമാണ് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, സംരക്ഷിക്കുക. അച്ഛ വരദാൻ. അപ്പോൾ ഇതിന് മുൻപ് ബാബ ഇന്ന് നമുക്ക് നമസ്തേ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? മഹാവാക്യത്തിലെ പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെ വിശേഷ ദൃഷ്ടി നൽകിക്കൊണ്ടാണ് ഞാൻ സ്നേഹത്തിൻ്റെ സൂര്യനായ ബാബ സ്നേഹത്തിൻ്റെ കിരണങ്ങളെ നമുക്ക് നൽകിക്കൊണ്ട് നമുക്ക് ഞങ്ങളുടെ മര്യാദ എന്താണ്? ബാബ ഇത്ര സുന്ദരമായിരിക്കുന്ന മാവാക്യം സ്നേഹത്തിലൂടെ ഉച്ചരിച്ചില്ലേ? ഇപ്പോൾ ഞങ്ങൾ മീറ്റേ മീറ്റേ സിക്കീലതേ ബച്ചോം പ്രതി മാതാ പിതാ ബാപ് ദാദാ കാ യാദ് പ്യാർ और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को नमस्ते, याद प्यार और गुड मॉर्निंग. പരമധാമത്തിലേക്ക് എത്തിയില്ലേ നിങ്ങളുടെ ശബ്ദം? ഭാവനയുടെ ഭാഷ, സ്നേഹത്തിൻ്റെ ഭാഷ. वरदान. हर आत्मा को हिम्मत उल्लास दिलाने वाले रहम दिल വിശ്വ കല്യാണക്കാരി ഭവ. എല്ലാ ആത്മാക്കൾക്കും ധൈര്യവും ഉത്സാഹവും നൽകുന്ന ദയാഹൃദയി വിശ്വമംഗളകാരിയായി ഭവിക്കട്ടെ. എല്ലാ ആത്മാക്കൾക്കും ഹിമ്മത്ത്, ധൈര്യവും ഉത്സാഹവും നൽകുന്ന ദയാഹൃദയി വിശ്വമംഗളകാരിയായി ഭവിക്കും. विवरण. कभी भी ब्राह्मण परिवार में किसी कमज़ोर आत्मा को तुम कमज़ोर हो ऐसे नहीं कहना. ഒരിക്കലും കൂടി ബ്രാഹ്മണ പരിവാരത്തിൽ ഏതെങ്കിലും ദുർബല ആത്മാക്കൾക്ക് നീ ബലഹീനനാണ്, ദുർബലനാണ് എന്ന് പറയരുത്. നീ വീക്കാണ്, നീ ദുർബലനാണ് എന്ന് ഒരിക്കലും പറയരുത്. ബലഹീന ആത്മാവാണ്, പക്ഷെ നീ ഒന്നിനും കൊള്ളുന്നില്ല, ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. आप रहम दिल विश्व कल्याणकारी बच्चों के मुख से सदैव हर आत्मा के प्रति शुभ बोल निकलने चाहिए.
താങ്കൾ ദയാഹൃദയി വിശ്വമംഗളകാരിയായിരിക്കുന്ന ആത്മാക്കളുടെ മുഖാരവിന്ദ വഴി സർവ ആത്മാക്കളുടെ പ്രതി ശുഭവചനം മാത്രമാണ് പറയുക. ശുഭമായ വാക്കുകൾ മാത്രം പറയും. ദിൽ ശിക്കസ്ത് ബനാനെ വാലെ നഹി, നിരാശരാക്കുന്ന ശബ്ദം പറയരുത്. വീക്കാണ് പറഞ്ഞ് ഇനിയും വീക്കായിപ്പോവും അല്ലേ? ഞാൻ വീക്സോലല്ലേ ചിന്തിച്ച് എങ്ങനെ ചിന്തിക്കുന്നത് അതുപോലെ അവസ്ഥയായിപ്പോവും. കൊണ്ട് നിങ്ങൾ വിശ്വമംഗളക്കാരി ആത്മാക്കൾ ശുഭവാക്ക് നിങ്ങളുടെ മുഖത്തിലൂടെ അവരുടെ സർവരുടെ പ്രതി പറയും. चाहे कोई कितना भी कमज़ोर हो, उसे इशारा अथवा शिक्षा भी देनी हो तो पहले समर्थ बनाकर फिर शिक्षा दो. എത്രയും ബലഹീന ആത്മാവായിരുന്നാലും എത്രമാത്രം ദുർബല ആത്മാവായിരുന്നാലും അവർക്ക് പ്രേരണ അഥവാ ശിക്ഷണം നൽകണമെങ്കിൽ ആദ്യം സമർത്ഥരെ ആക്കിയിട്ട് പിന്നീട് ശിക്ഷണം നൽകും. നീ സ്പെഷ്യലാണ്, വിശേഷമാണ്, നിൻ്റെ അടുത്തിൽ എത്രയ്ക്ക് നല്ല ഗുണങ്ങളുണ്ട്, എല്ലാ തരത്തിൽ പറയണം, വിശേഷിപ്പിക്കണം. അതാണ് അപ്പോൾ അവർക്കൊരു വിശ്വാസം വരും. ശരി, ഇവരെല്ലാവരും പറയുന്നുണ്ടല്ലോ, ഞാൻ വിശേഷമാണ് അല്ലേ. പിന്നീട് അവർക്ക് ഞങ്ങൾ ശിക്ഷണം കൊടുക്കും. എന്താണ് വേണ്ടത്. പണ്ടെല്ലാം ദാദിമാർ അങ്ങനെയാണ്, നീ മോശമാണ്, നീ ഇങ്ങനെ തെറ്റാ ചെയ്തിരിക്കുന്നു പറയില്ല. വിശേഷമായിട്ട് വിശേഷതകളെയാണ് പറയുന്നത് ആദ്യം. പിന്നീടാണ് ഒരു ചെറിയ സംഭവമുണ്ട് അതിനൊന്ന് ശരിയാക്കുന്നത്. അപ്പോഴവർക്ക് അത്ര വലിയ വിഷമം തോന്നുന്നില്ല, നിരാശ തോന്നുന്നില്ല, ധൈര്യം വരും അന്നേരം. पहले धरनी पर हिम्मत और उल्लास का हल चलाओ, फिर बीज डालो तो सहज हर बीज का फल निकलेगा. ആദ്യ ഭൂമിയിൽ ധൈര്യവും ഉത്സാഹത്തിലൂടെ ഉഴുത് സെറ്റപ്പാക്കും. ഇപ്പോൾ ഞങ്ങൾ ഇത് മഴക്കാലത്തിലെല്ലാം എന്താ ചെയ്യുക, ഉഴുതിട്ട് ആ ഭൂമിയെ വയലിനെ സെറ്റപ്പാക്കുന്നില്ലേ, അതുപോലെ ആദ്യം ഭൂമിയെ, അവരുടെ മനസ്സാകുന്ന ഭൂമിയെ ധൈര്യവും ഉത്സാഹത്തിലൂടെ ഉഴുത് ശരിയാക്കൂ, പിന്നീട് വിത്ത് പാവുക. അപ്പോൾ എളുപ്പത്തിൽ ഓരോ വിത്തിൻ്റെ ഫലം പ്രാപ്തമാകും. ചില നിങ്ങൾ ചെയ്യുന്ന പരിശ്രമം സഫലമാകും. इससे വിശ്വ കല്യാൺ की സേവ തീവ്ര ഹോ ജായേഗി. ഇതിലൂടെ വിശ്വമംഗളത്തിൻ്റെ സേവനം തീവ്രമായി മുന്നോട്ട് പോകും. स्लोगन. बाप की दुआएं लेते हुए सदा भरपूरता का अनुभव करो. ബാബയുടെ ആശീർവാദങ്ങളെ നേടുക, സദാ സമ്പന്നതയുടെ അനുഭവം ചെയ്യുക. ബാബയുടെ ആശീർവാദങ്ങളെ നേടിക്കൊണ്ട് സദാ സമ്പന്നതയുടെ അനുഭവം ചെയ്യുക. അപ്പോൾ മനസ്സിലായില്ല, ഇന്ന് ബാബ വിശേഷിപ്പിച്ച് 3 പ്രകാരത്തിലുള്ള സ്നേഹി കുട്ടികളെ കാണുമായിരുന്നു. അപ്പോൾ ബാബയുടെ സ്നേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ ലിസ്റ്റ് എവിടെയാണെന്ന് നോക്കണം. ആരാണ് നാം? സദാ സ്നേഹിയാണോ, സ്നേഹി മാത്രമാണോ, അഥവാ കഭി സ്നേഹിയാണ് സമയം വന്നപ്പോൾ ഇല്ലേ? കൊണ്ട് ബാബയോട് താങ്ക്സ് പറയാം. വിശേഷമായി ബാബയെ എങ്ങനെയാണ് നാം ഓർമ്മിക്കേണ്ടത്? ഹൃദയത്തിൻ്റെ കച്ചവടമാണ്. ഞങ്ങളുടെ പഴയ മോശമായ, മുഷിഞ്ഞ, അശുദ്ധമായ, കൽമശം നിറഞ്ഞ ഹൃദയത്തെ ബാബയ്ക്ക് സമർപ്പിക്കും. ബ്ലോക്കേജുള്ള, വ്യർത്ഥത നിറഞ്ഞ ബാബയുടെ ഹൃദയം നമുക്ക് നൽകൂ ബാബ.